സന്നിധിയിൽ ചെന്നു നീ സ്തുതി മനമേ നിത്യവും എൻ ജീവനാഥൻ യേശുവേ സ്തുതി മനമേ നിത്യവും എൻ ജീവനാഥൻ യേശുവേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ ആരുണേ ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മാ സ്നേഹിതൻ ആരുണേ സ്തുതി മനമേ നിത്യവും എൻ ജീവനാഥൻ യേശുവേ സ്തുതി മനമേ നിത്യവും എൻ ജീവനാഥൻ യേശുവേ ആയിരം ആയിരം നാവുകള അതു വർണ്ണിപ്പതിരെഴുതോ ആയിരം ആയിരം നാവുകള അതു വർണ്ണിപ്പതിരെഴുതോ പതിനായിരത്തിൽ ഒരംശം ചൊല്ലിടുവാൻ പാരിലെ സാധ്യമഹോ പതിനായിരത്തിൽ പാരിലെ സാധ്യമഹോ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അതു ചിന്തയിൽ നടന്ന സിന്ധു സമാനമായി സന്തത കാണുന്നു ഞാൻ അതു ചിന്തയിൽ നടന്ന സിന്ധു സമാനമായി സന്തത കാണുന്നു ഞാൻ എന്തതിശയമേ ദൈവത്തിൻ എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടുമൊട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും അവ സ്നേഹമതുല്യമഹോ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും അവ സ്നേഹമതുല്യമഹോ എല്ലാ ദൈവമക്കളും കരമടിച്ച ദൈവസന്നിധിയിൽ ആത്മനിയോഗത്തോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ എല്ലാ ദൈവമക്കളും അതരങ്ങളും തുറന്ന് കരങ്ങളും ചേർത്തടിച്ച് ആമേനോട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കട്ടെ. ഈ വർഷിപ്പ് ആരാധന ഇതിന്റെ മേലൊരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നൊരു പകലാണ്. ഭാരത്തോടെ വേദനയോടെ മനവസരത്തോടുകൂടി ആരെങ്കിലും ഈ കൂട്ടായ്മ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്ന പകലായി മാറുകയാണ്. എല്ലാ ദൈവമക്കളും അന്യഭാഷയാളങ്ങളിൽ കരകളെ അടിച്ച് ശക്തമായി അവൻ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ തേജസ്സിന്റെ മുമ്പിൽ അവൻ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിനെ എല്ലാവരും ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആരാധനയ്ക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്നില്ല അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറേണ്ടതിന് ശക്തമായി കരങ്ങളെ അടിച്ച് ശരീരങ്ങൾ വിട്ടുകൊടുത്ത ദൈവസന്നിധിയിൽ എല്ലാ ദൈവ കുഞ്ഞുങ്ങളും ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. അല്പകാലത്തേക്കുള്ള കഷ്ടത വരുവാനിരിക്കുന്ന ദൈവത്തിന്റെ തേജസ് വിചാരിച്ചാൽ ആമേ ചരിത്രം മാറുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ ഇന്ന് പകലിൽ ഒരു വലിയ വിടുതൽ ഹല്ലേലൂയ ഇറങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രതീക്ഷകൾ അസ്തമിക്കപ്പെട്ടവരായിട്ടല്ല, പ്രതീക്ഷയ്ക്ക് വകയുള്ളവരായി ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി കർത്താവ് ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. അഞ്ചാമത്തെ പകലിൽ ഹല്ലേലൂയ. ആരും മൗനമായി നിൽക്കരുത്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച ദൈവസന്നിധിയിൽ പാടി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തത്താല് ഓ രക്തത്താലും വചനത്താലും വചനത്താലും രക്തത്താലും ദൈവാത്മാവിന്റെ ഒരു സന്ദർശനം, ദൈവാത്മാവിന്റെ ഒരു ഇടപെടൽ, ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന്റെ മേലൊരു മഴ പെയ്തിറങ്ങുന്നത് പോലെ യേശുവിന്റെ നാമത്തിന്റെ മേലൊരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാ. വാഗ്ദത്തമുള്ളതിനെ മറച്ചു വെക്കാൻ പിശാചിന് കഴിയുകയില്ല. വാഗ്ദത്തമുള്ളവൾ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. ഈ അഞ്ചാമത്തെ പകലിൽ വാഗ്ദത്തമുള്ളതിനെ ദൈവം പുറത്തെടുക്കുകയാണ്. ദൈവവിളി കേട്ടവർ, ദൈവശബ്ദം കേട്ടവർ, ദൈവാലോചന
കേട്ടവർ അവൻ ഈ കൂട്ടായ്മയ്ക്കകത്തുണ്ടെങ്കിൽ അവർ ദൈവത്തെ സ്തുതിക്കട്ടെ, അവർ ദൈവത്തെ ആരാധിക്കട്ടെ. സകല മഹത്വവും ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. മൈറ്റി പവർ പവർ പവർ. അലമാന സാലറക ശിഗലക റിഗലക റിബലവ ശിഗലവ റബലവ റിഗലവ ശഗലവ റിബലവ ശഗലവ റബലവ ശിഗലവ റബലവ ചുടബല അൽഫരാജ വൈഡരാജ റിബലവ ശബ്ദലാവ ശൈനരാജ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അന്യഭാഷകൾ ദൈവജനം ആരാധിച്ചു തുടങ്ങട്ടെ. അല്പസമയം അന്യഭാഷകൾ ദൈവജനം ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ മൈറ്റി പവർ മൈറ്റി പവർ മൈറ്റി പവർ. അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളും കരമടിച്ച് ഹല്ലേലൂയ കൈതാളങ്ങളോട് കൂടെ സർവശക്തനായ ദൈവത്തെ ആത്മാവിന്റെ നിയോഗത്തിൽ എല്ലാവരും ആരാധിച്ചു തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ശൂന്യതകളും നിന്നെ വിട്ട് അഴിഞ്ഞു മാറുവാൻ, എല്ലാ പുരാത്മ മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കപ്പെടുന്നുണ്ട്. കർത്താവ് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കപ്പെടുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ഒരു വാതിൽ, അവൻ തടസ്സപ്പെട്ടിരിക്കുന്നവന്റെ മുമ്പിൽ ഒരു വാതിൽ, അവൻ ഇതുവരെ പ്രതീക്ഷ ഇല്ലാതെ വണ്ണം ഭാരപ്പെട്ടവരുടെ നടുവിൽ ഒരു വാതിൽ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുകയാണ്. അവൻ അത്ഭുത മന്ത്രിയായി ഇറങ്ങുന്നു, അത്ഭുത മന്ത്രിയായി ഇറങ്ങുന്നു. അവൻ അത്ഭുത മന്ത്രിയാണ്, അത്ഭുത മന്ത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ കരമടിച്ചോ. ഇന്ന് മുതൽ കാലം നിന്റെ മേലൊരു വിടുതൽ 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 വിടുതൽ. ഓ പാറകാല ശൈലരാജ ശൈലരാജ റിവാലാവ റിവാലാവ ശൈലരാജ അത്തകരാജര വൈഡേ വൈഡവരാജര നസ്തകരാജര ചുങ്കവനം തേ ചുങ്കവനം തരനസ്തകരാജര വൈഡവരാജര അത്തകടകം വേദം കടകം ചൂടം ദാനം ഹസ്തം ദാനം അർത്ഥം വൈഡോ. യേശുവിന്റെ നാമത്തിൽ ചില വെല്ലുവിളികൾ അഴിയുന്നു, വെല്ലുവിളികൾ അഴിയുന്നു. കുടുംബത്തിനെതിരെ, തലമുറകൾക്കെതിരെ പിശാച് ബന്ധിച്ച ചില വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ സ്വസ്ഥതയില്ലാതെ, ഒരു സ്വൈരത ഇല്ലാതെ വണ്ണം നിന്നെ ഭാരപ്പെടുത്തുന്ന ഇന്ന് ഹാലയിൽ ചില ബന്ധനങ്ങൾ നിന്നെ ക്ലേശിപ്പിച്ചവിടെ നടുവിൽ, നിന്നെ കരയിപ്പിച്ചവിടെ നടുവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ആമേ ഹല്ലേലൂയ ചില തടസ്സങ്ങൾ നിന്റെ പുറകിൽ അഴിഞ്ഞു മാറും. ശക്തമായ യേശുവേ എന്ന് വിളിച്ച ദൈവസന്നിധിയിൽ ആരൊക്കെ ആരാധിക്കുന്നുവോ ആരാധിക്കുന്നവരുടെ മേൽ ദൈവാത്മാവിന്റെ സാന്നിധ്യം ആമേൻ ഹല്ലേലൂയ ഇറങ്ങി വരികയാണ്. ദൈവ ശബ്ദത്തിന്റെ കാതുകളിലേക്ക് മുടങ്ങി കേൾക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ നീ മൗനമായിരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത് പോലെ ഞാൻ വചനം അയച്ച് നിന്നെ സൗഖ്യമാക്കും. എന്റെ വചനം തീ പോലെ മോഹം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണെന്ന് പകൽക്കാലം അടിസ്ഥാനപരമായി ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്, വചനത്തിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട് കിടക്കുന്ന താലന്തുകൾ, നഷ്ടപ്പെട്ടു പോയ നന്മകൾ ആമേ ഹല്ലേലൂയ ഒരു മരക്കൊമ്പ് വെട്ടിയിട്ടപ്പോൾ ആ ഇരുമ്പും കോലും പൊങ്ങി വന്നതുപോലെ നീ പ്രതീക്ഷിക്കാത്ത അളവിൽ ഇന്ന് പകൽക്കാലം ഈ അഞ്ചാമത്തെ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ അനേകരോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. ഇന്നലകളിൽ വരെ നിന്റെ ജീവിതത്തിൽ കാണാത്ത അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം നീ കാണും. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളത് പുറത്തു വന്നേ പറ്റത്തുള്ളൂ. വാഗ്ദത്തമുള്ളതിനെ പിശാചിന് അടച്ചു വയ്ക്കാൻ കഴിയുകയില്ല. കരമടിച്ച അന്യഭാഷകള് അല്പസമയ സ്തോത്രത്തോടുകൂടി ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. കരവൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും കരങ്ങളെ ആഞ്ഞു വീശിക്കൊണ്ട് ആ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ അവനാർക്കും കടക്കാരനല്ല,
അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല. അവനെപ്പോൾ ആരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല. അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല. അവനെപ്പോൾ ആരാധ്യനില്ല. ഹല്ലേലൂയാ, 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 പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന ഉപവാസത്തിൻ്റെയും ആത്മതപനത്തിൻ്റെയും 5-ാമത്തെ പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരികയാണ്. പകൽക്കാലം ഞങ്ങൾക്ക് ആരാധിപ്പാൻ വർഷിപ്പ് ചെയ്യുവാൻ ദൈവം തൻ്റെ മക്കളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവിൽ നിന്നുള്ള ദൈവിക വിടുതലുകളെ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ പിന്നെയും ദൈവം ഞങ്ങളെ ബലപ്പെടുത്തും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയുടെ കർത്താവിന് കരമുയർത്തി മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. തുറന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി കർത്താവിൻ്റെ ദാസൻ മിഖായേൽ ബ്രദർ മുമ്പോട്ട് വന്ന് മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുമല്ലോ. ഏകപുത്രനും രക്ഷകനുമാകുന്ന യേശുക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി യേശുവെ നന്ദി പറയുന്നു. ഉപവാസപ്രാർത്ഥനയുടെ ദൈവമേ, 5-ാമത്തെ പകൽക്കാലം പല ഭവനങ്ങളായിരുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ പ്രാർത്ഥനാലയത്തിലായിരുന്നു കൊണ്ട് സ്വത്രത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഇത്തിരി വിഷയങ്ങളുണ്ട് നാഥ. ആ വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവെ അവരെ ദൈവവിശ്വാസം വർദ്ധിപ്പാൻ പരിശുദ്ധാത്മാവെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കാലാകാലങ്ങളിൽ ദൈവമേ പ്രവാചകന്മാരുടെ നാവോടിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാലഘട്ടങ്ങളിലും ദൈവമേ കർത്താവെ അപ്പോസ്തലന്മാരെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവമേ ഓരോ അവിശുദ്ധന്മാരിൽ കൂടെ ഇറങ്ങി പരിശുദ്ധാത്മാവ് സംസാരിപ്പാ ഞങ്ങൾ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വചനത്തിൽ കൂടെ ദൈവമേ, ആരാധനയിൽ കൂടെ ദൈവമേ, കൈവപ്പിൽ കൂടെ യേശുവേ, വചനമടങ്ങിയ കാലത്തിൽ കൂടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വലിയ കൃപകൾക്കായി നന്ദി പറയുന്നു. ദൈവമേ, പല ആവശ്യത്തോടെ യേശുവേ ദൈവജനം പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ടപ്പാ. ആ വിഷയത്തിനൊക്കെ ദൈവ പ്രവൃത്തി വെളിപ്പെടണമേ കർത്താവേ. ഇത്തിരി രോഗികളുണ്ടപ്പാ, കടഭാരത്തിൽ കഴിയുന്നവരുണ്ടപ്പാ. പല വിഷയത്തിനകത്തും അപ്പൻ ഇറങ്ങി പ്രവർത്തിപ്പാ. അപ്പനോട് പറയുന്നു ദൈവമേ, ദൈവം പ്രവർത്തിച്ചാൽ മാത്രമേ, ദൈവം ഒരു ആശ്വാസം നൽകിയാൽ മാത്രമേ ഉള്ളൂ കർത്താവേ. അടിയങ്ങളൊക്കെ കർത്താവേ അപ്പാ വാ തുറക്കുവാനോ അപ്പനോടൊക്കെ പറയാൻ മാത്രമേ കഴിയുള്ളൂ കർത്താവേ. അതിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നോ, ആ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നോ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമെന്നപ്പാ അത് വിശ്വാസത്തോടെ ദൈവമക്കളപ്പാ ഈ പ്രാർത്ഥനയിൽ തിരിക്കുമ്പോൾ ദൈവമേ വന്നതുപോലെ പറഞ്ഞേക്കല്ലപ്പാ, വന്നതുപോലെ പറഞ്ഞേക്കല്ലപ്പാ. വരുവനാരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിലോ വേഗത്തിൽ കൂട്ടി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വചനമടങ്ങിയ കാനങ്ങൾ പാടുന്ന ദാസനെ ബലപ്പെടുത്തിയുള്ള നന്ദി പറയുന്നു കർത്താവേ. പ്രാർത്ഥിച്ച ഓരോ ഭാഗങ്ങളിലൊപ്പന്റെ സാന്നിധ്യം പകർന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ദാസനെയും കുടുംബത്തെയും ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമേ, തന്റെ വേല സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പാ. വെളിച്ചെണ്ണ പ്രാർത്ഥിക്കുമ്പോ, പച്ചവെള്ളം പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനുമേൽ ഇറങ്ങിയതുപോലെ ദൈവമേ, സഭയുടെ മൂപ്പന്മാരെ വിളിച്ച് എണ്ണ പൂശി പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ അതിലൊരു ദൈവ സാന്നിധ്യം ഇറങ്ങുക. വെളിച്ചെണ്ണയിലും പച്ചവെള്ളത്തിലും ഒരത്ഭുത സാന്നിധ്യം ഇറങ്ങുക. ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കൈവയ്ക്കുമ്പോഴൊക്കെയോ, പ്രാർത്ഥിക്കുമ്പോഴൊക്കെയോ, ആരാധിക്കുമ്പോഴൊക്കെയും ദൈവമേ, അപ്പോസ്തലനായ പൗലോസ് ദൈവമേ കൈ വച്ചപ്പോ ദൈവമേ അനേകം പേര് പ്രവചിച്ചതായി ദൈവമേ, അഭിഷേകം പകർന്നതായൊക്കെ
കാര്യങ്ങളൊക്കെ തിരുവചനങ്ങളെ വെളിപ്പെടുത്തുമ്പോ ഈ അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഈ ആയുശ്രീ തലമുറയിൽ ദൈവമേ യേശുവിനെ എടുത്ത് ഉപയോഗിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. രാഷ്ട്രീയ ബലപ്പെടുത്തുകയാണ്. കുടുംബസ്ഥായി കഴിയുന്ന മക്കൾക്കായി, മരുമകനായി, ദൈവമേ കൊച്ചു മോനായി, മൂത്ത പൈതലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുമേൽ ദൈവ സാന്നിധ്യം ഇറങ്ങണമേ. ഇന്ന് വചനദൂതമായി കടന്നു വന്ന ദാസന ദൈവമേ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നപ്പാ. ക്രൂസിന്റെ മറവിലപ്പാ ദൈവം മറയ്ക്കണമേ. യെരമ്യാവിന്റെ വായ്ത്തൊട്ട ദൈവത്തിന്റെ പരിശുദ്ധമാവേ ഇടിക്കുവാനും പൊളിക്കുവാനും പണിയുവാനും നടുവാനും ഒരു അഭിഷേകം പകർന്നതുപോലെ വചനം എഴുന്നേൽക്കുമ്പോ വിശ്വാസികൾ ദൈവമേ അനുഗ്രഹം പ്രാപിക്കട്ടപ്പാ. ദർശനമുള്ളവരായി, വെളിപ്പാടുള്ളവരായി, ദൈവവിശ്വാസത്തിൽ വർദ്ധിക്കുന്നവരായി തീരുവാ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നപ്പാ. വിശ്വാസികൾ അനുഗ്രഹിക്കണമപ്പാ. അവർ ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ. പ്രത്യേകിച്ച് ദാസന ദൈവമേ നിന്റെ കൃപയുടെ മറവിൽ മറയ്ക്കണമേ. രാശിയെ ബലപ്പെടുത്തണമേ. തലമുറ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളൊക്കെ ദൈവം അനുഗ്രഹിക്കണമപ്പാ. ഈ പ്രാർത്ഥനാലയത്തെ ദൈവമേ ദൈവകരങ്ങൾ ഒന്നുകൂടെ ഏൽപ്പിക്കുന്നപ്പാ. ഇതിന്റെ തെക്കും കിഴക്കും വടക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂതന്മാർ കാവൽ ചെയ്യണമേ. യേശുവേ വചനത്തുകൂടെ ദൈവമേ ഒരു പുതിയ കൃപ പകരണമേ എന്നപ്പാ ഞങ്ങൾ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവമേ സ്വർഗത്തിൽ നിന്ന് ദൈവമേ ദൈവാലോചന കൊടുക്കണമപ്പാ. പഴയതല്ല, ഒരു പുതിയ കൃപയോടെ, ഒരു പുതിയ ശക്തിയോടെ ദൈവമേ ദൈവം നിറയ്ക്കണമെന്നപ്പാ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദൈവത്തിന്റെ വചനം തീയാണല്ലോ ദൈവമേ, ഇരുവാൾത്തുള്ള വാളാണല്ലോപ്പാ. വചനം ദൈവമേ പറയുമ്പോൾ തന്നെ അപ്പാ അത് ഏറ്റെടുക്കേണ്ട ഭാഗങ്ങൾ ഏറ്റെടുക്കുവാനും അതനുസരിപ്പാനും ദൈവമേ ഞങ്ങളെ ഒരുക്കണമപ്പാ. ഞങ്ങളെ ഹൃദയങ്ങളെപ്പാ നല്ല നിലം പോലെ ദൈവമേ നിന്റെ രക്തത്താൽ കഴുകി നിങ്ങളെ ശുദ്ധീകരിക്കണം. തോന്നുള്ള ഒരു ഭാഗങ്ങളിലും പരിശുദ്ധം ഏറ്റെടുക്കാം. എല്ലാം ദൈവകരങ്ങൾ ഏൽപ്പിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തന്നെ ആമേൻ. ഒരു നിമിഷം കൂടി തലകളെ വണക്കാം. ദൈവസനെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആമേ പ്രത്യേക പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് അർപ്പിക്കപ്പെട്ട നേർച്ചകൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേ സുചിത്ര മേമല പ്രിയ കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ, പ്രിയ സഹോദരിയുടെ കുടുംബജീവിതത്തിനായി അവിടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ദൈവമേ നൽകപ്പെട്ടിരിക്കുന്ന കർത്താവ് ഈ നേർച്ച പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി സുചിത്രയുടെ കുടുംബജീവിതത്തിന് വേണ്ടി ദൈവമേ കർത്താവെ ഇവിടെ ഉപജീവന മാർഗത്തിനുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേ വിദേശത്തായിരിക്കുന്ന ആമേ ജിനീഷ് മേമലയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ, പ്രിയ സഹോദരനിൽ കൂടി ദൈവമേ കർത്താവ് നൽകപ്പെട്ടിരിക്കുന്ന ഈ നേർച്ച ദൈവനാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ ഹല്ലേലൂയ കൂട്ടുകെട്ട് ബന്ധങ്ങളിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ച് കർത്താവെ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമേ കർത്താവെ കുടുംബത്തെ പോറ്റി പുലർത്തുവാൻ തൻ്റെ മകൻ ജിനീഷിനെ ഞങ്ങൾ അവകാശം പറഞ്ഞ് ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ അവനെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം എൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശത്രുവിൻ്റെ ചില പോരുകളെ ശാസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സൂര്യ കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മേമല അമ്മേ സൂര്യ സിസ്റ്റർ കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, പ്രിയ സഹോദരി സഹോദരനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ മാതാവായ ദൈവമേ ഗീതാ സിസ്റ്റർ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ കർത്താവ് നേർച്ചയോടെ കടന്നുവന്ന പ്രിയ സഹോദരിയെ കുടുംബത്തെയും ദൈവം 1000 ഇരട്ടി നന്മകളെ കൊടുത്ത് മാനിച്ച് ദൈവം അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷവും സമാധാനവും ഇടുന്നു പകരണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമേ കർത്താവേ, ഇവിടെ അർപ്പിക്കപ്പെട്ട സ്തോത്ര വഴിപാടുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലകളെ മണക്കിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ദാസിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇനി ആരെങ്കിലും വരുവാനുണ്ടെങ്കിൽ അവരെ കൂടി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ തുറന്നു നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ന് വചനദൂതുമായി കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ്റെ ദൈവ ശക്തമായി ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെയും ആത്മതപനത്തിൻ്റെയും 5-ാമത്തെ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായ ദൈവം അവിടുന്ന് ഒരുക്കിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. നാളെ പകൽക്കാലം ഇവിടെ ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ ജിബിൻ കോട്ടൂർ. ആമേ സ്തോത്രം. നാളെ ദൈവവചനം പകൽക്കാലം ശുശ്രൂഷിക്കുന്നു. ആമേ കർത്താവ് ആമേ സ്തോത്ര പ്രിയ ദൈവദാസനെ തക്ക സമയത്ത് തന്നെ കടന്നു വരാൻ പ്രാർത്ഥിക്കുക. ആമേ നിങ്ങൾ അടുത്തുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവനാമത്തെ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ അഭിഷിക്തദാസൻ പാസ്റ്റർ അനീഷ് മാവേലിക്കര ആമേ ഹാലിൽ അദ്ദേഹം കുടുംബമായിട്ട് നമ്മുടെ നടുവിലുണ്ടല്ലോ. ആമേ ഈ കാലഘട്ടത്തിൽ ദൈവശക്തമായിട്ട്
ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ, വിദേശ രാജ്യങ്ങളിൽ ശക്തമായി കരങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കർത്താവിൻ്റെ ഭൃത്യനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഞ്ചാബിൻ്റെ പ്രദേശത്തായിരുന്നു, ജമ്മു കാശ്മീരിൻ്റെ പ്രദേശത്തൊക്കെ ആയിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഈ മീറ്റിങ്ങിന് ക്ഷണിക്കുമ്പോൾ പുള്ളി പഞ്ചാബിലായിരുന്നു. സന്തോഷത്തോടെ വരാമെന്ന് അറിയിച്ചു. സ്തോത്രം. ഇന്ന് കുടുംബമായി സന്തോഷത്തോടെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ അഭിഷിക്തദാസനെ സിനായ് ഗോസ്പൽ മിനിസ്റ്റർ പേരിലുള്ള ഹർദ്ദമായുള്ള സ്വാഗതം അർപ്പിച്ചുകൊണ്ട് തുറന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് 3 ഹല്ലേലൂയ പറഞ്ഞ് ദൈവദാസനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യവും ധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ പകൽ നിങ്ങളോടൊപ്പമായിരിക്കുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഇന്ന് പകൽക്കാലം എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ സുരം പാസ്റ്റർ, എല്ലാവരോടും ദൈവസഭയോട് എല്ലാവരോടും ക്രിസ്തീയ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. നമ്മുടെ മുമ്പിൽ സമയം അധികമില്ലാത്തതുകൊണ്ട് ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവവചനമാണ് ഇന്ന് പകലിൽ നമ്മെ സ്വതന്ത്രമാക്കുന്നത്. ദൈവവചനമാണ് ഇന്ന് പകൽ നമ്മെ വിടുവിക്കുന്നത്. ദൈവവചനമാണ് ഇന്ന് പകൽ നമ്മെ സൗഖ്യമാക്കുന്നത്. ദൈവവചനത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചലനങ്ങളെ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പകലിൽ ആ വചനം ഇതിനകത്ത് വെളിപ്പെട്ട് ചിലരെ വിടുവിക്കാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് എൻ്റെ വിടുതലിൻ്റെ പകലാണെന്ന്? ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ പോകുക. ഞാൻ വന്നതുകൊണ്ടല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഉള്ളതുകൊണ്ടാണ്. ഞാൻ വന്നാലും പരിശുദ്ധാത്മാവില്ലെങ്കിൽ കാര്യമില്ല. പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലിനെ നൽകുന്നത്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെ. വായിച്ചോ. മതി, 8 മുതൽ 10 വരെ വായിച്ചേ. മതി, 13 മുതൽ 24 വരെ വായിച്ചു. മതി. ഈ 3 സംഭവങ്ങളും നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗങ്ങളാണ്. 3 സംഭവങ്ങളും നമുക്ക് മനഃപ്പാഠമായി അറിയാവുന്ന കാര്യങ്ങളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ തന്നെ ഈ 3 ഉപമകളും യേശു കർത്താവ് പറയുകയാണ്. 3 ഉപമകളും പറഞ്ഞ് തീരുകയും അധ്യായം അവസാനിക്കുകയും കൂടിയാണ്. ഈ 3 ഉപമകളുടെ അകത്തെ സാരം ഒന്ന് തന്നെയാണ്. ഇന്ന് പകലിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ വിഷയവും അത് തന്നെയാണ്. കർത്താവ് അത് പരിഹരിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ വിഷയം എന്താണോ ദൈവം അത് പരിഹരിക്കാൻ പോകുകയാണ്.
മനുഷ്യന് കഴിയാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് റെഡിയാക്കാൻ പോകുകയാണ്. ശത്രു ഇന്നലകളിൽ അലങ്കോലപ്പെടുത്തിയതിനെ ദൈവം ഇന്ന് പകൽക്കാലം അലങ്കരിക്കാൻ പോകുകയാണ്. ശത്രു ഇന്നലകളിൽ പുറത്താക്കിയതിനെ ദൈവം ഇന്ന് പകൽക്കാലം മടക്കിത്തരാൻ പോകുകയാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം ചിലത് നന്മയ്ക്കായി വെളിപ്പെടുത്തുമെന്ന്? ഈ 3 ഉപമകളുടെ അകത്ത് 1 യോഹന്നാൻ്റെ ലേഖനം വായിക്കണ്ട. 1 യോഹന്നാൻ്റെ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് പകൽ ജീവിതത്തിൻ്റെ 3 തലങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക തലങ്ങൾ ഇന്ന് പകൽ അഴിയപ്പെടും. ജനം സ്വതന്ത്രമാകും. ദൈവത്താൽ നിങ്ങൾ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. ഈ 3 ഉപമകളുടെ ഞാൻ വായിച്ചതിൻ്റെ സാരം, ഈ 3 ഉപമകൾക്കകത്തും നഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ ഉപമ, ഒരിടയന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ 1 നഷ്ടപ്പെട്ടു പോയാൽ. രണ്ടാമത്തെ ഉപമ, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടെന്നിരിക്കട്ടെ, അതിൽ 1 നഷ്ടപ്പെട്ടു പോയാൽ. അവസാനത്തെ ഉപമയ്ക്കകത്ത്, ഒരപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ, ഒരുവൻ നഷ്ടപ്പെട്ടു പോയാൽ. നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഉപമ അവസാനിച്ചില്ല. എവിടെ നഷ്ടപ്പെട്ടോ അവിടെ ദൈവം മടക്കി തന്നു. ഇന്ന് പകൽ ദൈവാത്മാവിന് പറയാനുള്ള ദൂത് അതാണ്. എവിടെ എന്ത് നഷ്ടപ്പെട്ടോ അതിന്ന് പകൽ പരിശുദ്ധാത്മാവ് മടക്കി തരാൻ പോകുകയാണ്. എത്ര നാളുകളുടെ പഴക്കമുണ്ടെന്നുള്ളത് ദൈവാത്മാവിന് വിഷയമല്ല. നഷ്ടപ്പെട്ടത് എന്താണോ ദൈവാത്മാവ് അതിന്ന് പകൽ മടക്കി തരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടത് തിരികെ വരാൻ പോകുന്നു. എന്താ നിനക്ക് നഷ്ടപ്പെട്ടത്? നിന്റെ ആരോഗ്യമാണോ? നിന്റെ സമ്പത്താണോ? നിന്റെ തലമുറകളാണോ? നിന്റെ മേൽ പകരപ്പെട്ട ദൈവിക അഭിഷേകമാണോ? ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. എന്ത് നഷ്ടപ്പെട്ടാലും ഇന്ന് പകൽ അത് മടക്കി വരാൻ പോകുകയാണ്. മടക്കി വരാൻ പോകുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നഷ്ടപ്പെടുത്തിയ ദുഷ്ടവ്യാപാരം ഇന്ന് പകൽ അഴിയപ്പെടാൻ പോകുകയാണ്. എനിക്കറിയാം, വ്യക്തിപരമായി ദൂതുകൾ തലയിൽ കൈവച്ച് പറഞ്ഞില്ലെങ്കിലും വചനം ചിലരെ ഇന്ന് പകൽ സ്പർശിക്കാൻ പോകുകയാണ്. അതാണ് ഇന്ന് പകൽ ആവശ്യം. വചനം നിങ്ങളെ തൊടാൻ പോകുകയാണ്. അപ്പം നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ദുഷ്ടവ്യാപാരം ഇന്ന് പകൽ അഴിയപ്പെടാൻ പോകുകയാണ്. ഏത് മേഖലയിൽ നിനക്ക് നഷ്ടപ്പെട്ടോ, എത്ര വർഷമായോ എന്നുള്ളത് കർത്താവിനൊരു വിഷയമല്ല. നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ 5-ാമത്തെ പകൽ ദൈവം അത് മടക്കി തരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഹഡലദല ശംധന റഗൽഖന അടരദന ധിബൽജന റഗദിയാംധന അംശബ റഹസ്യാംധന ജനഗൽഖന അഠാലബ റഗധുനി ദിബശ്യാംധന. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്നൊരു ദൈവം. ഈ നഷ്ടപ്പെട്ടത് പരിഹരിക്കാൻ നിന്റെ വീട്ടുകാരെ കൊണ്ട് കഴിയത്തില്ല. ഈ നഷ്ടപ്പെട്ടത് പരിഹരിക്കാൻ സ്തോത്രം നീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കൊണ്ട് കഴിയത്തില്ല. ഈ നഷ്ടപ്പെട്ടത് പരിഹരിക്കാൻ നിന്റെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് കഴിയത്തില്ല. ഈ നഷ്ടപ്പെട്ടത് പരിഹരിക്കാൻ നിനക്കുള്ള ഒന്നും കൊണ്ടും കഴിയത്തില്ല. എന്നാൽ ഈ നഷ്ടപ്പെട്ടത് പരിഹരിക്കാൻ ഇന്നു പകൽ ഇതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, 1-ാമത്തെ നഷ്ടപ്പെട്ടത് മരുഭൂമിയിലാണ്. 2, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടെന്നിരിക്കട്ടെ, 1 നഷ്ടപ്പെട്ടാൽ അത് വീടിനകത്താണ് നഷ്ടപ്പെട്ടത്. 3, ഒരു മകന്, ഒരപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ, അത് സ്വന്തം നാട്ടിലാണ് നഷ്ടപ്പെട്ടത്. 1 മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു, 2 വീടിനകത്ത് നഷ്ടപ്പെട്ടു, 3 സ്വന്തം നാട്ടിൽ നഷ്ടപ്പെട്ടു. 3 തലവും ഇന്ന് ക്ലിയർ ആകും. എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, എവിടെ നഷ്ടപ്പെട്ടാലും മടക്കി തരാൻ പോകുകയാണ്. ഇന്ന് പകൽ അത് പ്രാപിച്ചോണ്ടേ പോകാവൂ. ഇന്ന് പകൽ കാണാനിരിക്കുന്നവരെ ദൈവത്തിന് ആവശ്യമില്ല, പ്രാപിക്കാനിരിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം ചിലത് പകരാൻ പോകുകയാണ്. ദൈവം ചിലത് കൈമാറാൻ പോകുകയാണ്. ഇന്നലകളിൽ ശത്രു നഷ്ടപ്പെട്ടത് അവകാശമാണ്. 100 ആട് ഉള്ള ഇടയൻ്റെ അവകാശമാണ് നഷ്ടപ്പെട്ടു പോയ ഒരാട്. 10 ദ്രഹ്മയുള്ള ആ സ്ത്രീയുടെ അവകാശമാണ് നഷ്ടപ്പെട്ടു പോയൊരു ദ്രഹ്മ. അപ്പൻ്റെ 2 മക്കളിൽ ഒരുവൻ നഷ്ടപ്പെട്ടു പോയത് അപ്പൻ്റെ അവകാശമാണ്. അപ്പൻ അനുഭവിക്കേണ്ട നന്മയാണ്. പക്ഷെ അനുഭവിക്കേണ്ട നന്മയെ അനുഭവിപ്പിക്കാതെ ഇന്നലകളിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞെങ്കിൽ ഇന്നു പകൽ ദൈവം അത് മടക്കി തരാൻ പോകുകയാണ്.
ഇതാ ലഭിച്ചു എന്ന് പറഞ്ഞ് കണ്ണെത്താൻ ദൂരത്ത് നിന്റെ മറുപടി ഉണ്ട്, പക്ഷെ അത് പ്രാപിക്കാൻ കഴിയുന്നില്ല. ഇന്നു പകൽ ആ തടസ്സം പൊളിയാൻ പോകുകയാണ്. ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിലാണ് നിങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. ചില പ്രാർത്ഥനയുടെ ചില മറുപടികളുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ പകൽ അത് ചുരുളഴിയാൻ പോകുകയാണ്. ഈ പകൽ അത് പുറത്തു വരാൻ പോകുകയാണ്. ഇന്നു പകൽ ചിലർ ആമേൻ നഷ്ടപ്പെട്ടതിനെ തിരികെ പ്രാപിക്കാതെ ഇന്നു പകൽ നിങ്ങൾ മടങ്ങിപ്പോകത്തില്ല. നഷ്ടപ്പെട്ടത് നിന്റെ വീടിനകത്താണോ, നഷ്ടപ്പെട്ടത് നിന്റെ ആത്മീക ജീവിതത്തിലാണോ, നഷ്ടപ്പെട്ടത് സഭയ്ക്കകത്താണോ, എവിടെയാ നിനക്ക് നഷ്ടം വന്നത്? ഇന്നു പകൽ നഷ്ടത്തെ പരിഹരിപ്പാൻ ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവന്റെ പേരത്രേ യേശു. Shabada hartharaba ലാഥാലബ ശംഭന റഗൽഖന ആംശസിയം. എനിക്കറിയാം ഇതിവിടെ പറയുമ്പോൾ തന്നെ അദൃശ്യമായ മേഖലയിൽ പിശാച് കെട്ടിയ ചില കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടിരിക്കുകയാണ്. ഇരുവായ്ത്തലയുള്ള വാൾ മൂർച്ചയുള്ളതുപോലെ ഇന്നു പകൽ വചനം നിങ്ങൾ പുറപ്പെട്ടു വന്ന നിങ്ങളുടെ വീടിനകത്ത്, ചിലരുടെ വീടിനകത്ത് ചില ദൈവപ്രവർത്തികൾ ഇന്നു പകൽ സംഭവിക്കാൻ പോകുകയാണ്. നീ ഇട്ടേച്ചു വന്ന നിന്റെ വീടിനകത്ത് ചില ദൈവപ്രവർത്തികൾ ഇന്നു പകൽ സംഭവിക്കാൻ പോകുകയാണ്. വീടിനകത്ത് വീടിന്റെ നാളുകളായി കെട്ടിവെച്ച് നന്മ അനുഭവിക്കാൻ കഴിയാതെ പ്രാർത്ഥനയുടെ മറുപടികളെ ബന്ധിച്ച് തലമുറകളെ വഴിതെറ്റിച്ചു വിടുന്ന ദുഷ്ടവ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഭവനങ്ങളിൽ നിന്നും അഴിയട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിച്ചാൽ മതി, വീടിനകത്തെ കെട്ടുപൊട്ടും. ഒരു പൗലോസും ശീലാസും കാരാഗ്രഹത്തിനകത്ത് കയറി അവർ സ്തുതിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. വചനം പറയുന്നു പാടി സ്തുതിക്കാൻ തുടങ്ങിയെന്ന്. സ്തുതി തുടങ്ങിയാൽ അഴിയേണ്ടത് അഴിയും. വചനത്തിന് സ്തുതി പറയാൻ തയ്യാറാണെങ്കിൽ അഴിയേണ്ട മേഖലകൾ അഴിയും. ഇന്ന് നീ തിരിച്ചു വീടിനകത്തേക്ക് കടന്നു പോകുമ്പോൾ ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുമെന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ ഇന്ന് നീ നിന്റെ ഭവനത്തിനകത്ത് സമാധാനത്തോടെ ഇരിക്കും. ഇന്ന് നീ നിന്റെ ഭവനത്തിനകത്ത് സ്വസ്ഥതയോടെ കിടന്നുറങ്ങും. എനിക്കറിയാം ദിവസങ്ങളായി ഉറങ്ങാത്തവർ ഇതിനകത്തുണ്ട്, സ്വസ്ഥത അനുഭവിക്കാത്തവർ ഇതിനകത്തുണ്ട്. വീടിനകത്ത് കയറുമ്പോൾ വല്ലാത്ത സമ്മർദ്ദമാ, വല്ലാതെ തലപെരുത്തു കയറുന്നത് പോലെ രോഗങ്ങളിട്ട് വീടിനകത്തു നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ഫീലാ. എന്നാൽ ഇന്നു പകൽ ആ തലം അഴിയാൻ പോകുകയാണ്. ചില ഭവനങ്ങൾ സ്വതന്ത്രമാക്കാൻ പോകുകയാണ്. പിശാച് ബന്ധിച്ചതിനെ ഈ അഞ്ചാമത്തെ പകൽ യേശു അഴിക്കുകയാണ്. ശത്രു ബന്ധിച്ചതിനെ ഇന്ന് പകൽ യേശു വഴിക്ക്. നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, നിന്റെ ഭവനത്തെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇത് ബന്ധിക്കാനുള്ള തലമുറയല്ല, ഇത് നിയോഗങ്ങൾക്ക് വേണ്ടി ചുവര് കൊടുക്കാനുള്ള തലമുറയാ. പിശാചിന്റെ ബന്ധനത്താൽ ബന്ധിക്കപ്പെടാനുള്ള ഒരു കൂട്ടമല്ല, മറിച്ച് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനുള്ള ഒരു കൂട്ടമാണിത്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? എത്ര പേർ അത് വിശ്വസിക്കുന്നു? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനുള്ള ഒരു കൂട്ടമാണ്. ഈ ഒരു കൂട്ടം പോരാ, ഒരു സൈന്യം ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ പോകുകയാ. അവന്റെ സാമ്രാജ്യത്തെ പൊളിക്കുവാൻ തക്കതായ ഒരു സൈന്യത്തെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ദൈവദാസനെ പരിശുദ്ധാത്മാ പറയുക, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലങ്ങളുടെ ദൈവം വിശാലപ്പെടുത്താൻ പോകുകയാ. ആമീൻ. ഇവിടം സ്ഥലം പോരാതെ വരാൻ പോകുകയാ. ചിലതൂടെ ദൈവം തുടങ്ങാൻ പോകുകയാ. തമിഴ്നാടുമായൊരു ബന്ധം തരാൻ പോകുകയാ. അവിടെ ചില മിനിസ്ട്രികൾ ദൈവദാസനിലൂടെ തുടങ്ങാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. അതിശക്തമായി നിൽക്കുക. ഒരു ഉണർവ് നിങ്ങളിലൂടെ സംഭവിക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. ഇന്ന് പകൽ വിശ്വസിക്കുക. പട്ടണത്തെ പിടിച്ചടക്കാൻ, ദേശങ്ങളെ പിടിച്ചടക്കാൻ, രാജ്യത്തെ പിടിച്ചടക്കാൻ നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ ഉള്ളത് പെറ്റുവരുകാൻ പോകുക. ഇപ്പൊ 5 ഉള്ളെങ്കിൽ അത് 10 പോകുക, വിശാലപ്പെടാൻ പോകുക. പലയിടങ്ങളിലും ഇങ്ങോട്ട് വന്ന് ശുശ്രൂഷിക്കെന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം ചില ക്രമീകരണങ്ങൾ ചെയ്യാൻ പോകുക. അങ്ങോട്ട് പോകാതെ ചിലർ ഇവിടെ വന്ന് താമസിച്ച് നിങ്ങളുടെ മേൽ കിടക്കുന്നത് പ്രാപിച്ചുകൊണ്ട് രാജ്യങ്ങളെ കീഴടക്കാൻ പുറപ്പെട്ടു പോകുമെന്ന് ദൈവാത്മാവ് ആലോചന അറിയിക്കുകയാണ്.
ഇന്ന് പകൽ ആരോടാണ് പിശാച് നഷ്ടപ്പെട്ടു പോയി ഇനി നീ ജയിക്കത്തില്ലെന്ന് പറയുന്നത്? നിന്നോട് തന്നെ കർത്താവ് പറയുന്നത്, നീ ജയിക്കാൻ പോകുക, നീ ജയിക്കാൻ പോകുക. ഇന്ന് ഇതിനകത്ത് കയറിയ നിങ്ങളാരും പരാജിതരല്ല. പിശാച് പരാജിതരെന്ന് പറഞ്ഞ് നിങ്ങളെ ഇന്ന് പകൽ സ്വർഗം ജയിപ്പിക്കാൻ പോകുക, ദൈവം ജയിപ്പിക്കാൻ പോകുക. ആമേൻ. എനിക്കറിയാം ഇതിന്റെ നടുവിൽ ദൈവാത്മാവ് നടക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നടുവിൽ നടക്കുന്നത് കണ്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ തൊടേണ്ടവരെ പരിശുദ്ധാത്മാവ് തൊടും, തൊടേണ്ടവരെ പരിശുദ്ധാത്മാവ് തൊടും, തൊടേണ്ടവരെ പരിശുദ്ധാത്മാവ് തൊടും. ചില കാതുകൾ ഇന്ന് പകൽ തുറന്നു വരും, തുറക്കാത്ത മേഖലകൾ ഇന്ന് പകൽ തുറന്നു വരും. എവിടെയാണ് നീ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ മേഖലകൾ ഇന്ന് പകൽ തുറന്നു വരും. ചില കാതുകൾ ഇന്ന് പകൽ തുറക്കപ്പെടും. ചില ഇന്നലകൾ ശത്രു അടച്ചത് ഇന്നു പകൽ സ്വർഗം തുറക്കുകയാണ്. നന്മകളെ അടച്ചു കളഞ്ഞ, ആത്മീക തലങ്ങളെ അടച്ചു കളഞ്ഞ, പ്രാർത്ഥനാ ജീവിതത്തെ അടച്ചു കളഞ്ഞ, സമാധാനത്തെ അടച്ചു കളഞ്ഞ ഇരുളിന്റെ വ്യാപാരങ്ങൾ ഇന്നു പകൽ ഇവിടെ അഴിയപ്പെടുകയാണ്. ആരാധിച്ച് ജയമെടുത്ത്, ആരാധിച്ച് ജയമെടുത്ത്. ശബര ഹർധരവ റഖമന ശംദന റഗൽഖന അസ്തന ജന റഗൽഖന വൈഡഗർഥന റഗൽഖന. ശത്രു എത്ര കെട്ടിയാലും ഇന്ന് പകൽ നിങ്ങൾ ആ സ്വാതന്ത്ര്യമായിട്ടേ പോകത്തുള്ളൂ. എത്ര വലിയ കെട്ടിനെ അഴിക്കാൻ കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. കർത്താവിന് എങ്ങനെയും പ്രവർത്തിക്കാം, കർത്താവിന് ആരെയും തൊടാം, കർത്താവിന് ആരോടും സംസാരിക്കാം. ഇന്ന് പകലിൽ ദാഹത്തോട് വന്നവരുടെ ദാഹം ദൈവം മാറ്റാൻ പോവാ. വിശപ്പോടെ വന്ന് നിന്നെ തൃപ്തിപ്പെടുത്തിയിട്ടേ കർത്താവ് വിടത്തുള്ളൂ. കരയാൻ തുടങ്ങിയിട്ട് നാളുകളായി, വിഷമിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. കണ്ണിലെ കണ്ണുനീർ വറ്റാതെ ഒഴുകുകയാണ്. നിന്റെ കണ്ണുനീർ കൂട്ടുവിശ്വാസി കണ്ടില്ലെങ്കിലും, ഭർത്താവ് കണ്ടില്ലെങ്കിലും, ഭാര്യ കണ്ടില്ലെങ്കിലും കാണേണ്ടവൻ കണ്ടു, കാണേണ്ടവൻ കണ്ടു. അതുകൊണ്ടാണ് നിന്നോട് ഈ ദൂത് പറയാൻ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് പകലിൽ തിരികെ പ്രാപിപ്പാൻ ഇന്നലകളിൽ അനുഭവിക്കേണ്ടത് നിന്റെ ഭവനത്തിൽ നിന്നും ചോർത്തിയെടുത്തതിൻ്റെ മേൽ യുദ്ധം ചെയ്ത് തിരികെ പ്രാപിക്കുന്ന ചില സമയങ്ങളാണ്. അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ കാണാനുള്ള സമയമല്ല, ബലവാനെ പിടിച്ചു കെട്ടി എന്നിൽ നിന്നും നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ ഈ പകൽ മടക്കി പ്രാപിക്കുന്ന ഇന്ന് പകൽ മടക്കി പ്രാപിച്ചുകൊണ്ടേ പോകാവൂ. പിശാചിന് കെട്ടാൻ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഡിസംബർ മാസം 4-ാം തീയതി ഉപവാസത്തിന്റെ 5-ാം പകലിൽ ഇത്രയും പേരെ മാത്രം ദൈവം കൊണ്ടുവന്നതിനകത്തും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് വിടുതൽ ദൈവത്തിന് കൈമാറാൻ പദ്ധതിയുള്ള എല്ലാവരെയും കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ന് കർത്താവ് കേൾപ്പിക്കേണ്ടത് കേൾപ്പിക്കാൻ ആഗ്രഹമുള്ളവരെ മാത്രം ദൈവം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഏതൊക്കെ വീടിനകത്ത് അത്ഭുതം നടക്കണമെന്ന് ദൈവം നിശ്ചയിക്കപ്പെട്ട ഭവനങ്ങളിലുള്ളവരെ മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് പകലിൽ നിങ്ങളെ ദൈവം വീണ്ടെടുത്തിരിക്കും. ഇന്നു പകലൊരു സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചിരിക്കും. ഇന്നു പകലൊരു ദൈവപ്രവൃത്തി നിങ്ങൾ അനുഭവിച്ചിരിക്കും. ആ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 3-ാമത്തെ വാക്യം മുതൽ. മതി. നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടായാൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടതിനെ നോക്കി നടക്കാതിരിക്കുമോ? നമ്മൾ നടക്കുമോ? ഇല്ല. എന്താ നടക്കാത്തതിൻ്റെ കാരണം? 99 ഉണ്ടല്ലോ. കർത്താവ് ഇങ്ങനെ വിചാരിച്ച ഞാനും നിങ്ങളും ആരും ഇന്നിവിടെ വരത്തില്ലായിരുന്നു. നമ്മൾ നടക്കത്തില്ല. കാരണം ഒരെണ്ണേ പോയുള്ളല്ലോ, 99 ഉണ്ട്. പക്ഷെ 99നെയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ ഒരു ആടിനെ തേടി ഇടയൻ നടക്കുകയാണ്. ഇടയന് വേണ്ടി വേണമെങ്കിൽ പറയാമായിരുന്നു, 99 എൻ്റെ പക്കലുണ്ടല്ലോ, ഒരെണ്ണവേ പോയുള്ളല്ലോ, പോയത് പോട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, ഇന്നലകളിൽ ശത്രു നിങ്ങളിൽ നിന്നും ഏത് വ്യക്തിയാണോ
എടുത്തു മാറ്റിയത്, എടുത്തു കളഞ്ഞത്. അതിൻ്റെ കാരണം ആ വ്യക്തി അധികം ഫലം കായ്ക്കേണ്ടതുകൊണ്ടാണ്. 100 ആടുള്ള മനുഷ്യനിൽ നിന്നും ഒരു ആടിനെ ശത്രു എടുത്തു മാറ്റിയപ്പോൾ ആ ആടിനെ അന്വേഷിച്ചു ചെന്ന ഒരു ഇടയനുണ്ട്. ഇതുപോലെ നഷ്ടപ്പെട്ട ചിലതിനെ ഓർത്ത് കരയുന്നവർ ഇതിനകത്തുണ്ട്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വർഷങ്ങളായി കരയുന്നവർ ഇതിനകത്തുണ്ട്. എന്നാൽ ഇന്നു പകൽ പരിശുദ്ധാത്മ പറയുക, നിന്റെ കരച്ചിലിന് അറുതി വന്നിരിക്കുകയാണ്. നഷ്ടപ്പെട്ട ആടിനെ നീ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്നലകളിൽ കണ്ടതുപോലെയല്ല ആ ആട് നിന്റെ കയ്യിൽ തിരികെ കിട്ടുന്നത്. ഇന്നലകളിൽ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു, ഇന്നലകളിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. പക്ഷേ ഇന്ന് നിന്റെ കയ്യിൽ അത് മടങ്ങി വരുമ്പോൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ അത് മടങ്ങി വരാൻ പോവുകയാണ്. അപ്പം 100 ആടുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒരാട് നഷ്ടപ്പെട്ടു പോയി. ഞാൻ പറയും 99 ആടുകളെക്കാൾ വലിയ വിലയാണ് ഒരാടിനു വേണ്ടി ഇടയൻ കൊടുത്തത്. ഇന്ന് പകൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വൃഥാവല്ല. അതിൻ്റെ മറുപടി ഈ ഉപവാസം തീരുന്നതിന് മുമ്പ് ദൈവം നിങ്ങളുടെ കരത്തിൽ തരികയാണ്. ചില ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ ഒരു വലിയ അഴിച്ചുപണി ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. എന്തോ കർത്താവ് അങ്ങനെ തന്നെ പ്രാരംഭം മുതൽ ഇടപെടുന്നത്. വീടിനെ ഓർത്ത് കരയുന്നവർ, വീടിനെ ഓർത്ത് ഭാരപ്പെടുന്നവർ, തലമുറയോർത്ത് ഭാരപ്പെടുന്നവർ, ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുക. നിന്റെ കരച്ചിൽ സ്വർഗം കണ്ടു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ വീടിനകത്തൊരു അഴിച്ചുപണി കർത്താവ് തരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ടതിനെ നിന്റെ വീടിനകത്തേക്ക് ദൈവം മടക്കി തരാൻ പോകുകയാണ്. ചില വീടിനകത്ത് ഒരു വലിയ അഴിച്ചുപണിയെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചെയ്യാൻ പോകുകയാണ്. നീ വന്ന സാഹചര്യം വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, വളരെ എതിർപ്പ് നിറഞ്ഞതായിരിക്കാം. എന്നാൽ ഇന്നു പകലിൽ നിന്റെ ആത്മമനുഷ്യനൊന്ന് എഴുന്നേറ്റാൽ തിരിച്ചു ചെല്ലുമ്പോൾ നിന്റെ വീടിനകത്ത് ചില മാറ്റങ്ങൾ വെളിപ്പെട്ടു വരും. ഇന്നു പകൽ നിങ്ങളുടെ അകത്തുള്ള ആത്മമനുഷ്യനൊന്ന് എഴുന്നേൽക്കട്ടെ. നിന്റെ അകത്തുള്ള പ്രാർത്ഥനാ മനുഷ്യനൊന്ന് എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥനാ മനുഷ്യനൊന്ന് ബലപ്പെട്ടാൽ, ആത്മമനുഷ്യനൊന്ന് ബലപ്പെട്ടാൽ, ഇന്നലെ വരെ വീട്ടിൽ കയറി ചെന്നതുപോലെയല്ല ഇന്ന് നീ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പിശാച് പറയും, എനിക്കിവിടെ ഇരിക്കാൻ കഴിയത്തില്ല, പോയതുപോലെ അല്ല ഇവൾ മടങ്ങി വന്നത്. ഇവളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി, ഇവളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി, എനിക്കിവിടെ ഇരിക്കാൻ കഴിയത്തില്ല, എനിക്കിവളുടെ സമ്പത്തിനെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, എനിക്കിവളുടെ തലമുറയെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, എനിക്കിവളുടെ ശുശ്രൂഷയെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല, എനിക്ക് പോയേ മതിയാകൂ. ഇന്ന് പകൽ കരങ്ങളെ അടിച്ച് നിങ്ങളുടെ അകത്തുള്ള ആത്മമനുഷ്യനൊന്ന് ബലപ്പെടട്ടെ. ഇന്ന് പകൽ നിങ്ങളുടെ ആത്മമനുഷ്യൻ എഴുന്നേൽക്കണം, നിങ്ങളുടെ പ്രാർത്ഥനാ മനുഷ്യൻ എഴുന്നേൽക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മമനുഷ്യൻ എഴുന്നേറ്റാൽ, ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. ആത്മമനുഷ്യൻ എഴുന്നേറ്റാൽ ശത്രു തന്റെ നേരെ ചീറിയെടുക്കുമ്പോൾ ആത്മമനുഷ്യൻ മരണം കാണത്തില്ല. ചീറി അടുക്കുന്നതിനെ വലിച്ചു കീറിക്കളയുവാനുള്ള ഒരാത്മാവിന്റെ അഭിഷേകത്തെ ഈ പകൽ സ്വർഗം ചിലതിന്റെ മേൽ പകരുകയാണ്. ആടിന്റെ നേരെ ചീറ്റിയെടുത്ത സിംഹത്തെയും കരടിയെയും കണ്ടിട്ട് ഭയപ്പെട്ടില്ല. ഓടി ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ സ്വയരക്ഷാർത്ഥം കയറിയതുമില്ല. ശത്രു തന്റെ നേരെ വരുന്നു എന്ന് കണ്ടപ്പോഴകത്തെ ആത്മമനുഷ്യൻ എഴുന്നേറ്റത്. നമ്മൾ നേരെ തിരിച്ച, ശത്രു നമ്മുടെ നേരെ വരുന്നു എന്നറിയുമ്പോഴേ ഇവിടെ രോഗം തുടങ്ങിക്കഴിഞ്ഞു, ഇവിടെ പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞു, ഇവിടെ വാ തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെ നമ്മുടെ വിഷയം അതാ. എന്നാൽ ശത്രു തൻ്റെ നേരെ തൻ്റെ ആടുകളെ കടിച്ചു കീറിക്കളവാൻ അടുക്കുന്നു എന്ന് കണ്ടപ്പോഴേ ഒരു ഭക്തന്റെ അകത്ത് ആത്മമനുഷ്യൻ എഴുന്നേറ്റു. ഇത് പേടിച്ചോടാനുള്ള സമയമല്ല, ഇത് ഭയന്ന് മാറാനുള്ള സമയമല്ല, എൻ്റെ നേരെ വരുന്നതിനെ നേരിടാനുള്ള സമയമാണ്. ഇവിടെ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ പരാജയമില്ല. എൻ്റെ അകത്തു വ്യാപരിക്കുന്ന ഈ അഭിഷേകത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും.
ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഇന്ന് പകൽ ആരൊക്കെയോ ഈ മതിൽ ചാടിക്കടക്കാൻ പോകുകയാ. ആരൊക്കെയോ സ്വസ്ഥമാകാൻ പോകുന്നു. ആരൊക്കെയോ ഈ മതിൽ ചാടിക്കടക്കാൻ പോകുന്നു. എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞുകല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇന്ന് പകലിൽ അത് ഇതിനകത്ത് സംഭവിക്കുകയാ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ശത്രു നേരെ വരുമ്പോൾ നിന്നുകൊടുക്കാൻ തയ്യാറായാൽ ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്തോളൂ. ഇത് ശത്രു വരുമ്പോ സ്ഥലത്ത് ആളില്ല. ശത്രു എങ്ങൂന്നോ വരുന്നതിന് മുമ്പേ ഇവിടെ നാട് കടന്നു കഴിഞ്ഞു. ശത്രുവിനെ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മൾ പ്രതിസന്ധികളിൽ തോറ്റുപോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? യേശു ചെറുതും പ്രതിസന്ധി വലുതുമാകുന്നതുകൊണ്ടാണ്. തിരിയണം. എത്ര കൊടികുത്തി വാഴുന്ന പ്രതിസന്ധി വന്നാലും, അടുത്ത നിമിഷം മരിക്കേണ്ടി വന്നാലും യേശുവിനെ വലുതായി കാട്ട്. യേശുവിനെ വലുതായി ചിന്തിക്ക്. നിന്റെ കാൽ കീഴിലെ പൊടി മാത്രമാ നീ അഭിമുഖീകരിക്കുന്ന സകല പ്രതിസന്ധിയും. നിരാശ അകത്ത് കയറിയാൽ, ഭീതി അകത്ത് കയറിയാൽ എങ്ങനെ പോരാടാൻ കഴിയുന്നേ? ഭീതി അകത്ത് കയറിയ ഒരു പുള്ളി പറയുക, ഇപ്പോൾ മതി നാഥ, എന്നെ അങ്ങ് കൊണ്ടുപോക്കോണേ, ചെയ്തതൊക്കെ മതി, എന്നെ അങ്ങ് എടുത്താ മതി. നീ പറയുമ്പോൾ എടുക്കാനിരിക്കുന്നവനല്ല കർത്താവ്. കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തതിന് ശേഷമേ നിന്നെ കൊണ്ടുപോകത്തുള്ളൂ. ഓട്ടം തികയ്ക്കാതെ എങ്ങനെ ഓട്ടത്തിൻ്റെ നടുവിൽ കിടക്കുന്ന നിന്നെ എടുക്കുന്നത്? ഓട്ടം തികച്ചേ കൊണ്ടുപോകത്തുള്ളൂ. ഓട്ടം തികച്ചേ കൊണ്ടുപോകത്തുള്ളൂ. ഓട്ടം തികയ്ക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ ഓടി തികയ്ക്കും. ഇല്ല, ഞാൻ ഓടി തികയ്ക്കും. എൻ്റെ ഓട്ടം ഞാൻ ഓടി തികയ്ക്കും. ശത്രുവിൻ്റെ മുമ്പിൽ തലകുനിക്കാനുള്ള സമയമല്ല. ശത്രുവിൻ്റെ മുമ്പിൽ ഓടി മറയാനുള്ള സമയമല്ല. ശത്രുവിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള സമയമാണ്. ശത്രു വരുന്നത് കണ്ട് ഭക്തൻ നിന്നു കൊടുക്കുകയാണ്. വരട്ടെ, 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 വരട്ടെ. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസമെന്ന വചനം പറയുന്നത്. അപ്പൊ ശത്രു വരുന്നത് കണ്ട് ഭക്തൻ നിന്നു കൊടുക്കുകയാണ്. വരട്ടെ, ഭയക്കുന്നില്ല. ഇതിന് മുൻപ് എന്തെങ്കിലും അനുഭവമുണ്ടോ? ഇല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു അനുഭവം. ഭയമില്ലേ? ഇപ്പം ഭയമില്ല. കാരണം ആത്മമനുഷ്യൻ ബലപ്പെട്ടു. പ്രതിസന്ധി വരുമ്പോഴാണ് നീ പ്രാപിച്ച അഭിഷേകത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെടേണ്ടത്. ഇല്ലെങ്കിൽ പ്രാപിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല. പ്രതിസന്ധി വന്നപ്പോൾ, തകർത്ത് കളയാൻ ശത്രു മുൻപിൽ വന്നപ്പോൾ ഭക്തൻ ഓടിയില്ല, വരട്ടെന്ന് പറഞ്ഞു. വരട്ടെ. എൻ്റെ മേൽ കിടക്കുന്ന ഈ അഭിഷേകം ഓടി ഒളിക്കാനുള്ള ഈ അഭിഷേകമല്ല. എൻ്റെ മേൽ കിടക്കുന്ന ഈ അഭിഷേകം കയറിനെ ആശ്രയിക്കാനുള്ള അഭിഷേകമല്ല. എൻ്റെ മേൽ കിടക്കുന്ന ഈ അഭിഷേകം ശത്രു വന്നിട്ട് പോകുന്നത് വരെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കാനുള്ള അഭിഷേകമല്ല. എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം ശത്രു വരട്ടെ, അവനെ വലിച്ചു കീറുവാനുള്ള അഭിഷേകമാണ്. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനാമുറിയിൽ അത് സംഭവിക്കണം. ശത്രുവിനെ വലിച്ചു കീറുന്ന ഒരു തലമുറ ഇതിനകത്തു നിന്നും എഴുന്നേൽക്കട്ടെ. ശത്രുവിനെ ഭയക്കുന്നവരല്ല, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്നവർ. അതെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്നവർ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുന്നവർ ഇന്നു പകൽ ഇതിനകത്തു നിന്നും എഴുന്നേറ്റ് വരട്ടെ. ഭയപ്പാടുകൾ അകലെ മാറി പോകട്ടെ. ഭീരുക്കളെ കർത്താവിന് വേണ്ട, ഭയപ്പാടുള്ളവരെ ദൈവത്തിനു വേണ്ട. ഇന്നു പകൽ നിന്റെ അകത്തുള്ള ഭയം മാറണം. അകത്ത് ധൈര്യം വ്യാപരിക്കണം. ഭയം മാറി ധൈര്യം വ്യാപരിച്ചാൽ ഏത് ശത്രുവും എങ്ങനെയും വന്നോട്ടെ, എൻ്റെ മുമ്പിൽ പരാജയമില്ല. എന്തുകൊണ്ടാണ് നീ ശത്രുവിൻ്റെ മുമ്പിൽ നിൽക്കാതെ ഓടി ഒളിക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ? എനിക്ക് പരാജയം, ശത്രു ജയിക്കും. ഈ ചിന്തയാണ് ശത്രുവിൻ്റെ മുമ്പിൽ നിന്നെ നിർത്താത്തത്. എന്നാൽ ഇന്നു പകൽ പരാജയം മാറണം. ഇന്നലകളിൽ നീ അനുഭവിച്ച സകല പരാജയങ്ങളും ഇന്നു പകൽ പൊട്ടണം. നിന്റെ കുടുംബത്തെ ശത്രു പരാജയത്തിൻ്റെ വെള്ളം കുടിപ്പിച്ചത് ഇന്നു പകൽ നിൽക്കണം. കാൽവറിയിൽ ഒരുവൻ നിനക്ക് വേണ്ടി തകർന്നത്
നീ പരാജിതനാകാനല്ല, നീ ലജ്ജിച്ചു പോകാനല്ല, ശത്രുക്കൾക്ക് മുമ്പാകെ മേശയൊരുക്കുന്ന, കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന, പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി അടയാളം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തി കാണാനത്രേ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ശത്രു വരുന്നത് കണ്ട് പേടിച്ചോടരുത്. ഈ ശത്രുവിനെ ജയിക്കാൻ നിനക്കേ കഴിയത്തുള്ളൂ. ഈ ശത്രുവിനെ ജയിക്കാൻ നിനക്കേ കഴിയത്തുള്ളൂ. അടുത്ത വീട്ടിലെ ആർക്കും കഴിയത്തില്ല. ഈ ശത്രു നിന്റെ നേരെ വരുന്നെങ്കിൽ നിനക്ക് ഇതിനെ ജയിക്കാനുള്ള കൃപ ഉള്ളതുകൊണ്ടാണ് ഈ ശത്രു നിന്റെ നേരെ വരുന്നത്. ഇവിടെ ഒരു ഭക്തന്റെ നേരെ സിംഹവും കരടിയും വരികയാ. അവൻ അടുത്ത ആളെ വിളിച്ചില്ല, വാ എന്നെ രക്ഷപ്പെടുത്ത. ഇല്ല ഇല്ല ഇല്ല, ഇതെന്റെ നേരെ വരുന്നെങ്കിൽ ഇതിനെ ഞാൻ ജയിക്കും. ഇന്നു പകലിൽ നീ ചിലതിനെ ജയിക്കണം, നീ ചിലതിനെ അടക്കണം. ഇന്നലകളിൽ നിന്നെ പരാജയപ്പെടുത്തിയതിനെ, ഇന്നലകളിൽ നിന്നെ പുറംതള്ളിയതിനെ, ഇന്നലകളിൽ നിന്നെ ബന്ധിച്ചതിനെ ഇന്നു പകലിൽ നീ ചവിട്ടി മതിച്ച് നീ മുന്നേറണം. ഒരു ജയാളിയെ പോലെ. ഒരു ജയാളിയെ പോലെ മുന്നേറണം. കർത്താവിൻ്റെ ആത്മാവ് ഇടപെടുകയാ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ചില യാത്രകൾക്കായി ഒരുങ്ങിക്കൊള്ളാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിങ്ങളുടെ ശബ്ദത്തിനകത്ത് അസാധാരണമായ അഭിഷേകമുണ്ട്. നിങ്ങൾ പാടുമ്പോൾ ഭൂതങ്ങൾ അലറിയോടുമെന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. സാധാരണമായ അഭിഷേകം നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. ഈ നാളുകളിൽ ദൈവം നിങ്ങളെ പുറത്തെടുക്കാൻ പോകുകയാണ്. ആമീൻ. നിങ്ങൾ ഒതുങ്ങിപ്പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇത് നിങ്ങളുടെ വാഗ്ദത്തത്തിൻ്റെ സമയമാണ്. അനേകം വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും എങ്ങും എത്തിയിട്ടില്ല. പക്ഷെ ദൈവാത്മാവ് പറയുക, അകത്ത് പകർന്ന അഭിഷേകത്തിൻ്റെ ചുരുളിനെ ദൈവാത്മാവ് അഴിക്കാൻ പോകുക. നിന്നിലൂടെ ഒരു ഉണർവ് ചില ഇടങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഭാരതത്തിൻ്റെ ഉണർവിൻ്റെ ഭാഗമായി പരിശുദ്ധാത്മാവ് നിന്നെ ഉപയോഗിക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇന്നു പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ശത്രു മുൻപിൽ വരുമ്പോൾ പരാജയപ്പെട്ടു പോകുന്ന ഒരുത്തനെ വേണ്ട, മറിച്ച് ശത്രുവിനെ ജയിക്കുന്ന ഒരാളെയാണ് ഇന്ന് പകൽ ദൈവാത്മാവിന് ആവശ്യം. 4-ാമത്തെ വാക്യം വായിച്ചേ. 4. അഞ്ചാമത്തെ വാക്യം. മതി. അപ്പം 99നെയും മരുഭൂമിയിൽ കണ്ടെത്തും വരെ, ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതെ ഇരിക്കുമോ? സ്തോത്രം. അപ്പം അവൻ ആ 99നെയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ ഒരെണ്ണത്തിനു വേണ്ടി അന്വേഷിക്കുകയാണ്. ഇത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരാളാണ്. അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരാടാണ്. ഈ 100 ആട് ഒന്നിച്ച് നിൽക്കുമ്പോൾ എങ്ങനെ ഒരാട് നഷ്ടപ്പെട്ടു പോകുന്നത് ചിന്തിച്ചിട്ടുണ്ട്? ആടുകൾ കൂട്ടം കൂടിയാണ് നടക്കാറുള്ളത്. പക്ഷെ എങ്ങനെയാ ഒരാട് കൂട്ടം തെറ്റി കാണാതാകുന്നത്? ഇടയനെ സംബന്ധിച്ച് ഇടയന് എണ്ണി നോക്കേണ്ട കാര്യമില്ല. ഇടയന് നോക്കുമ്പോൾ അറിയാം എത്ര എണ്ണം ഉണ്ടെന്ന്. അതാ ഇടയൻ. അതാ കർത്താവ് പറയുന്നത്, ആടുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിയും. ആടുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിയും. എൻ്റെ സാന്നിധ്യവും ആടുകൾ തിരിച്ചറിയും. ഇവിടെ കർത്താവ് പറയുകയാണ്, ഒരാട് നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു? കൂട്ടത്തോടെ നടക്കുന്ന 100 ആടിൽ നിന്നും ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകുന്നത് അത് അപൂർവമാണ്. 2, നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാനും പാടാണ്. ഈ സംഭവം നടക്കുന്നത് മരുഭൂമിയിലാണ്. പലസ്തീൻ്റെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്കകത്താണ് 100 ആടിലെ ഒരാട് നഷ്ടപ്പെട്ടു പോകുന്നത്. അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഈ ആട് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം, ഈ ആട് ഈ കൂട്ടത്തോടെ മെയ്യാൻ പോകുമ്പോൾ, ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചു, ആടിന് ഇടയൻ്റെ ശബ്ദം അറിയാം. അപ്പം ആടിനെ സംബന്ധിച്ച് ഇടയൻ്റെ ശബ്ദം അറിയാം, തന്നെ സ്നേഹിക്കുന്നവരുടെ ശബ്ദം അറിയാം, തന്നെ സംരക്ഷിക്കുന്ന ഇടയൻ്റെ ശബ്ദം അറിയാം. എന്നാൽ അതിന് വിപരീതമായി തൻ്റെ പ്രാണനെ എടുക്കാൻ ഒരു ദുഷ്ടജീവി വന്നാൽ അതിൻ്റെ ശബ്ദവും ആടിനറിയാം.
ഇടയന്റെ ശബ്ദം കേട്ടാൽ അത് നിന്നു കൊടുക്കും, ദുഷ്ടമൃഗത്തിന്റെ ശബ്ദം കേട്ടാൽ ഓടി ഒളിക്കും. ഈ കൂട്ടത്തോടെ മേയുന്ന സമയത്ത് എവിടെ വെച്ചോ ശത്രുവിന്റെ ശബ്ദം ഇവരുടെ കാതുകളിൽ മുഴങ്ങി. പ്രാണരക്ഷാർത്ഥം ആടുകൾ ചിതറിയോടി. എവിടെയെങ്കിലും പോയി ഒളിക്കാൻ വേണ്ടി ചിതറിയോടി. ഈ മരുഭൂമിയുടെ പ്രത്യേകത, മരുഭൂമി പാഴായി കിടക്കുകയല്ല. ചിലയിടങ്ങളിൽ 2-3 നില പൊക്കം വരുന്ന വിധത്തിൽ മുള്ളുകൾ കൊണ്ട് കെട്ടപ്പെട്ട മുൾപടർപ്പുകളുണ്ട്, പൊക്കമുള്ള മുൾപടർപ്പുകൾ. ആ മുൾപടർപ്പിനകത്ത് ആഴത്തിലുള്ള ഗർത്തങ്ങളുണ്ട്, കുഴികളുണ്ട്. ഒരാടി കുഴിക്കകത്ത് പെട്ടുപോയാൽ ഉലകത്തിലെ ആര് ശ്രമിച്ചാലും ഈ ആടിനെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല. ഇതാണ് സംഭവം. അപ്പം എവിടെയോ മെയ്യാൻ വിട്ടു, ഇടയൻ പോയി. ഈ വൈകുന്നേരം ഇടയൻ കാണുന്നതിൻ്റെ ഇടയിലുള്ള സമയത്ത് ഏതോ ഒരു ദുഷ്ട മൃഗം കടിച്ചു കീറാൻ വേണ്ടി വന്നു. ആടുകൾ ചിതറിയോടി. ഏതോ ഒരാട് അഗാധമായ ഒരു കുഴിക്കകത്ത് പെട്ടുപോയി. ഈ ആടിനെ എങ്ങനെ രക്ഷിക്കും? ഒരു കുഴി മാത്രമല്ല, ഒരുപാട് കുഴികളുണ്ട്, ഒരുപാട് മുൾപടർപ്പുകളുണ്ട്. ഏത് മുൾപടർപ്പിലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? മുൾപടർപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ മുള്ളല്ല, നീളമുള്ള മുള്ളാണ്, വിഷമുള്ളുകളാണ്. ഈ മുള്ളാണ് കർത്താവിൻ്റെ തലയിൽ കോലുകൊണ്ട് അടിച്ചു കയറ്റിയത്. ഈ വിഷമുള്ള മുള്ള് എങ്ങനെ മാറ്റാൻ കഴിയും? ഈ ആട് ഈ മുൾപടർപ്പിനകത്ത് പെട്ടുപോകുമ്പോൾ മുള്ള ആടിനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിന്നെ രക്ഷിക്കാൻ ഇനി ആരും വരുത്തില്ല, നീ ഇവിടെ പെട്ടുപോയി, നിന്നെ ഞാൻ പെടുത്തി, ഒരിക്കലും ഒരു മനുഷ്യനും ഇവിടെ വരുത്തില്ല. എൻ്റെ കയ്യിൽ പെട്ടവരെ എല്ലാം ഞാൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വാദിക്കുന്ന, തലപൊക്കി നിൽക്കുന്ന ചിലതിൻ്റെ പത്തി ഇന്നു പകലിൽ വചനത്തിൻ്റെ മുമ്പിൽ ഒടിയാൻ പോകുകയാണ്. ഭവനത്തെ പെടുത്തിക്കളഞ്ഞ, വ്യക്തിജീവിതങ്ങളെ പെടുത്തിക്കളഞ്ഞ, തലമുറകളെ പെടുത്തിക്കളഞ്ഞ, ഇനിയും ഇതിൽ നിന്നും ആരും രക്ഷപ്പെടുത്താൻ വരുത്തില്ലെന്ന് പറഞ്ഞ, ഒരു പ്രാർത്ഥനയ്ക്കും നിന്നെ ഇതിൽ നിന്നും പുറത്തെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ദുഷ്ടവ്യാപാരം ഇന്നു പകൽ പൊളിയുക. നിന്നെ പുറത്തെടുക്കേണ്ടത് യേശുവിന്റെ ആവശ്യമാണ്. നിന്റെ തലമുറ പുറത്തു വരേണ്ടത് യേശുവിന്റെ ആവശ്യമാണ്. നീ ദൈവഹൃദയത്തിന്റെ പദ്ധതിക്കകത്തുള്ളതാണ്. നീ ദൈവഹൃദയത്തിന്റെ പദ്ധതിക്കകത്തുള്ളതാണ്. നീ കിടക്കേണ്ടത് മുള്ളുകളുടെ അകത്തല്ല. നിന്റെ മേൽ ചൊരിയപ്പെട്ട വാഗ്ദത്തങ്ങളുണ്ട്, നിന്റെ മേൽ വെളിപ്പെട്ട ദൈവനിയോഗങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് മുൾപടർപ്പിനകത്ത് മുള്ളുകൾക്കിടയിൽ കിടക്കുന്നത്. പുറത്തു വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ശത്രു പറയുക, നിന്നെ ആർക്കും പുറത്തെടുക്കാൻ കഴിയത്തില്ല, ആരും നിന്റെ ശബ്ദം കേൾക്കത്തില്ല, ആരും നിന്നെ വിടുവിക്കാൻ വരുത്തില്ല. എൻ്റെ അടുത്ത് വന്നവരെയെല്ലാം ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്, നിന്നെയും നിന്റെ കുടുംബത്തെ നശിപ്പിക്കും. ഇല്ല പിശാചേ, ഈ 5-ാമത്തെ പകൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോകുകയോ. നീ ബന്ധിച്ചതിന് യേശു അഴിക്കുന്നത്. ഏതൊക്കെയോ വീടുകൾക്കകത്തളങ്ങളിൽ, ഏതൊക്കെയോ ഭവനങ്ങളുടെ അകത്തളങ്ങളിൽ, ഏതൊക്കെയോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ ആ വിടുതൽ സംഭവിക്കുക. ഇന്നു പകൽ ആരാധിച്ചേ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ശത്രു വെച്ച വാദഗതികൾ പുറത്തു വരരുത്, അനുഗ്രഹിക്കപ്പെടരുത്, നന്മ പ്രാപിക്കരുതെന്ന് വെച്ച വാദഗതികൾ ഇന്നു പകൽ പൊളിയട്ടെ. ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ വചനം പൂർത്തിയാകത്തില്ല. അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ പറയുന്ന സമയത്ത് നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. വചന അകത്തോട്ട് കയറിയെങ്കിലേ ആ വിടുതൽ സംഭവിക്കത്തുള്ളൂ. ഇന്ന് നിങ്ങൾ അകത്ത് വചനവുമായി അങ്ങോട്ട് ചെല്ലണം. അതാണ് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കേണ്ടത്.
എനിക്കറിയാം ഓരോ വ്യക്തികളെയും തൊട്ടാണ് വചനം ഇങ്ങനെ പോകുന്നത്. നല്ല ബോധ്യത്തോടെ ഞാനിവിടെ നിൽക്കുന്നത്. ഓരോ സംഭവം പറയുമ്പം പരിശുദ്ധാത്മാവിനെ ഓരോ ശിരസ്സുകൾ കാണിക്കുന്നുണ്ട്. ഞാൻ വരാത്ത നേരം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ തൊടാൻ പറ്റത്തില്ല. വചനം നിങ്ങളുടെ അകത്ത് കയറണം. ദൈവാത്മാവ് നിങ്ങളെ തൊടുന്നുണ്ട്, അത് വാസ്തവമാണ്. ദൈവാത്മാവ് ഇപ്പോൾ തന്നെ ചിലരുടെ മേലുള്ള ചിലതിനെ അഴിച്ചിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ചിലർ അനുഭവിച്ചുകൊണ്ടാണ് ഇതിനകത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വാദിക്കുന്നൊരു തലമുണ്ട്. പക്ഷെ മുള്ളിന് തെറ്റുപറ്റിപ്പോയി, മുൾപടർപ്പിന് തെറ്റുപറ്റിപ്പോയി. മുള്ളിനും മുൾപടർപ്പിനും കുഴിക്കും പറയാൻ ഒരുപാട് സത്യങ്ങളുണ്ട്. ഒരുപാട് പേരെ പെടുത്തി, സത്യമാണ്. ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു, സത്യമാണ്. ഒരുപാട് പേരെ പുറലോകം കാണിക്കാതെ ഒരു നന്മയും പ്രാപിക്കാതെ ഒരുപാട് പേരെ തകർത്ത് കളഞ്ഞു, സത്യമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരുപാട് പേരിൽ ഒരാളായിട്ട് ഈ കിടക്കുന്നവനെ എണ്ണരുത്. അതാ അതിൻ്റെ കാര്യം. ഒരുപാട് പേരിൽ ഒരാളായി ഈ കിടക്കുന്നവനെ എണ്ണരുത്. ഈ കിടക്കുന്നവൻ്റെ മേൽ നിവർത്തിയാക്കപ്പെടാനുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ കിടക്കുന്നവനിലൂടെ വെളിപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെയെല്ലാമാണ് നീ ഇട്ടാവട്ടത്തിൽ കിടന്ന് ഞെരുക്കിക്കുന്നത്, അല്ലേ? ഇന്ന് നിന്റെ കോട്ട അഴിയുകയാ, ഇന്ന് നിന്റെ പദ്ധതി അഴിയുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിച്ച ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. ശരീരങ്ങളിൽ ബന്ധിച്ചിരിക്കുന്ന രോഗശക്തികൾ ഇന്ന് പകൽ അഴിയട്ടെ. ദേശത്തിന്റെ പോരുകൾ ഇന്ന് പകൽ അഴിയട്ടെ. ഭവനത്തെ ബന്ധിച്ച കെട്ടുകൾ അഴിയട്ടെ. പൈശാചിക തലങ്ങൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. അപ്പം ഈ മുൾപടർപ്പ്, ഈ മുള്ളും പറയുക, ഇവിടെ നിന്ന് നിനക്കൊരു രക്ഷയില്ല, ഇത് നിന്റെ അവസാനമാണ്. ഞങ്ങളുടെ അടുത്ത് വന്നവരെ ആരെയും വിടുവിപ്പാൻ ആരും വന്നിട്ടില്ല. ഞങ്ങളുടെ സ്വഭാവം അറിയാം, അതുകൊണ്ടാണ് വരാത്തത്. നിന്റെ സ്വഭാവം എന്തും ആയിക്കോട്ടെ, ഇന്ന് യേശു ഇതിനകത്തുണ്ട്. യേശുവിൻ്റെ ശക്തി വെളിപ്പെട്ടാൽ എത്ര വലിയ മുൾപടർപ്പ് നിന്ന് കത്തും. യേശുവിൻ്റെ ശക്തി വെളിപ്പെട്ടാൽ എത്ര വലിയ കുഴിയും പൊങ്ങി വരും. കിണറെ പൊങ്ങി വരാൻ പറഞ്ഞതുപോലെ പൊങ്ങി വരും. മുൾപടർപ്പിൽ അസാധാരണമായ കാഴ്ചയാണ് മോശ കണ്ടത്. കത്തുന്നുണ്ടെങ്കിലും വെന്തുപോകുന്നില്ല. അപ്പം മുൾപടർപ്പിനെ കത്തിക്കാനും ദൈവത്തിന് പരിപാടിയുണ്ട്. അപ്പം ബന്ധിച്ച ഭാഗം മുൾപടർപ്പ് ദൈവത്തിനൊരു വിഷയമല്ല. കത്തേണ്ടത് ഇന്ന് പകൽ വചനത്താൽ കത്തണം. കുഴിഞ്ഞുപോയ താന്നുപോയ മേഖലകൾ കിണർ പൊങ്ങി വന്നതുപോലെ പൊങ്ങി വരണം. പൊങ്ങി വരും, പൊങ്ങി വരും. നിങ്ങളിൽ നിന്നും ശത്രു എടുത്തുകൊണ്ട് ആഴങ്ങളിൽ കൊണ്ടിട്ടത്, അനുഭവിക്കരുതെന്ന് പറഞ്ഞ ആഴങ്ങളിൽ കൊണ്ടിട്ടത് ഇന്നു പകലിൽ പൊങ്ങി വരും. ആര് പറഞ്ഞാലും നീ അനുഭവിക്കേണ്ടത് നീ അനുഭവിക്കും, നീ പ്രാപിക്കേണ്ടത് നീ പ്രാപിക്കും. നിന്റെ ഭവനത്തിനൊരു വിടുതലുണ്ട്, നിന്റെ തലമുറയ്ക്കൊരു വിടുതലുണ്ട്. ഇതൊരു പുകഴ്ചയുടെ വാക്കല്ല, ഇന്ന് ദൈവം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. നിന്റെ ഭവനത്തെ ദൈവം കണ്ടിട്ടുണ്ട്, നിന്റെ തലമുറയെ ദൈവം കണ്ടിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ ദൈവം കണ്ടു. ചിലതിനെ പരിശുദ്ധാത്മാവ് അലങ്കരിക്കാൻ പോകുകയാ. കർത്താവിനോട് ആ പദം തന്നെ പറയുന്നു. ശത്രു അലങ്കോലപ്പെടുത്തിയതിനെ യേശു അലങ്കരിക്കാൻ പോകുകയാ. ശത്രു അലങ്കോലപ്പെടുത്തിയ ചില വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട്. ദൈവം ഇന്ന് പകൽ അവനെ അലങ്കരിക്കാൻ പോകുകയാ. ആർക്കും വഴങ്ങാത്തവനായിരിക്കാം, ആരും പറയുന്നത് കേൾക്കാത്തവനായിരിക്കാം, ആർക്കും കീഴ്പ്പെടാത്തവനായിരിക്കാം. യേശുവിൻ്റെ മുമ്പിൽ ഇതെല്ലാം സംഭവിക്കും. കീഴടങ്ങും, വഴങ്ങും, കേൾക്കും, അനുസരിക്കും, മാനസാന്തരം ഉണ്ടാകും, വിശ്വാസത്തിൽ കടന്നു വരും. ശൂന്യതകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, ഒന്നും എൻ്റെ കയ്യിലില്ല. ശൂന്യതകൾ ഇന്ന് പകൽ സ്വർഗം പൊളിക്കുകയാണ്. ശൂന്യതകളെ കർത്താവ് പൊളിക്കുകയാണ്. ശൂന്യമാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ ശൂന്യതകളുടെ മേൽ ദൈവത്തിൻ്റെ നിറവ് ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുകയാണ്.
മുൾപടർപ്പ് ഒരു ഭാഗത്ത് കത്തുന്നുണ്ട് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, ചിലത് പൊങ്ങി വരുന്നു എന്ന് നിന്റെ അന്തരാത്മാവിൽ നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഉറപ്പാണ് നഷ്ടപ്പെട്ടത് മടങ്ങി വന്നിരിക്കും. നഷ്ടപ്പെട്ടത് മടങ്ങി വന്നിരിക്കും. നഷ്ടപ്പെട്ടത് മടങ്ങി വന്നിരിക്കും. നഷ്ടപ്പെട്ടത് മടങ്ങി വന്നിരിക്കും. നഷ്ടപ്പെട്ടത് നീ തിരികെ പ്രാപിച്ചിരിക്കും. നഷ്ടപ്പെട്ടതിൻ്റെ ആരോഗ്യം, നഷ്ടപ്പെട്ടതിൻ്റെ സമ്പത്ത്, നഷ്ടപ്പെട്ടതിൻ്റെ കുടുംബജീവിതം, നഷ്ടപ്പെട്ടതിൻ്റെ നന്മകൾ, നഷ്ടപ്പെട്ടതിൻ്റെ ശുശ്രൂഷകൾ, നഷ്ടപ്പെട്ടതിൻ്റെ ആത്മീക ജീവിതം ഇന്ന് പകൽ അതിനെ മടങ്ങി പിടിക്കുക. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം അവിടെ കൊണ്ട് നിൽക്കട്ടെ. അപ്പം ഈ മുള്ളിൻ്റെ ഇടയിൽ വീണ ആടിനോട് മുള്ളിനും കുഴിക്കും പറയാനുണ്ട്, ഇനി പുറത്തു വരുത്തില്ല. ഇതേ സെയിം അവസ്ഥ ഇതിനകത്തുള്ളവർക്കുണ്ട്, ഇനിയും പുറത്തു വരുത്തില്ല. പക്ഷെ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ആടിന് ഇടയൻ്റെ ശബ്ദം അറിയാം. നമ്മളെ സംബന്ധിച്ച് നമുക്കിടയൻ്റെ ശബ്ദം കൂടിപ്പോയതാണോ പ്രശ്നമെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇടയൻ്റെ ശബ്ദവും പിശാചിൻ്റെ ശബ്ദവും കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വല്ലാത്ത രീതി കിടക്കുകയാണ്. അത് പിശാച് നമ്മളെ പരീക്ഷിക്കണം. പിശാചിൻ്റെ ശബ്ദം കേട്ടിട്ട് ദൈവാത്മാവ് പറഞ്ഞാന്ന് പറഞ്ഞു പോയാൽ വലിയ കുഴിയിൽപ്പെടും. അപ്പം ദൈവത്തിൻ്റെ ശബ്ദം ഏതാണെന്നും ശത്രുവിൻ്റെ ശബ്ദം ഏതാണെന്നും ഒരാടിന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എനിക്കും നിങ്ങൾക്കും നന്നായി മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇവിടെ ഒരു ശത്രുവിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഈ ആടുകൾ ചിതറിപ്പോയത്. ഈ ആടിനെ തിരിച്ചു പിടിക്കണം. എന്തു ചെയ്യും? വിഷമുള്ള ചെന്ന് തൊട്ടാൽ മുറിയും, വിഷം ശരീരത്തിൽ കയറും. ഈ ഇടയൻ ഉയർന്ന ഒരു സ്ഥലത്തിൽ കയറി ആടിനെ വിളിക്കും. കുറച്ച് അല്പം പൊക്കമുള്ളൊരു സ്ഥലത്ത് കയറി നിന്നുകൊണ്ട് ആടിനെ വിളിക്കും. എത്ര വലിയ കുഴിക്കകത്ത് കിടന്നാലും, എത്ര വലിയ മുള്ളുകൾ ശരീരത്തിൽ തറയ്ക്കപ്പെട്ടാലും, മുള്ളുകൾ പോറിയ വേദന ഉണ്ടെങ്കിലും, ഇടയന്റെ ശബ്ദം ആടിൻ്റെ കാതിൽ എത്തിയാൽ, തുണ്ടയിൽ അല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ അവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കും. കാരണം എന്നെ രക്ഷിക്കുന്നവന്റെ ശബ്ദമാണ്. ഇന്ന് പകലിൽ ചില കുടുംബങ്ങളെ തകർത്ത ഇരുളിന്റെ ശബ്ദമാണ്. ചില കുടുംബങ്ങളെ വഴിമുട്ടിച്ചത് പിശാചിന്റെ ശബ്ദമാണ്. ചില തലമുറകളെ വഴിതെറ്റിച്ച് കളഞ്ഞത് ഈ ദുഷ്ടന്റെ കരമാണ്. എന്നാൽ ഇന്നു പകലിൽ ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത് നിന്നെ വിടുവിക്കുന്നവന്റെ കരമാണ്, നിന്നെ രക്ഷിക്കുന്നവന്റെ കരമാണ്, മടക്കിത്തരാൻ കരുത്തുള്ളവന്റെ കരമാണ്. അടിച്ചമർത്തുന്നവന്റെ കരമല്ല, ഒതുക്കിക്കളയുന്നവന്റെ കരമല്ല, പുറത്തെടുക്കുന്നവന്റെ കരം, പണിതെടുക്കുന്നവന്റെ കരം, ബലപ്പെടുത്തുന്നവന്റെ കരം. അപ്പം ഇടയന്റെ ശബ്ദം കേട്ടാൽ അല്പമെങ്കിലും ജീവൻ ഉണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാക്കിയിരിക്കും. എത്ര വലിയ കുഴിയിൽപ്പെട്ടാലും ഉണ്ടാക്കിയിരിക്കും. എന്തുകൊണ്ടാണ് ഇത് ശബ്ദം ഉണ്ടാക്കുന്ന അറിയാവോ? തൻ്റെ അകത്തൊരു വിശ്വാസം വന്നു, എവിടെ ഇടയൻ പോയാലും എന്നെ തേടി വരും, എന്നെ കൊണ്ട് ഇടയൻ പോകും. അതെ, നിന്റെ ഭവനത്തെ കൊണ്ടേ കർത്താവ് പോകത്തുള്ളൂ. നിന്റെ തലമുറ പുറത്തെടുത്തിട്ട് ഇന്ന് പകലിൽ നിന്നെ മടക്കി വിടത്തുള്ളൂ. നിന്റെ കണ്ണിലെ കണ്ണുനീരിനെ തുടച്ചട്ടെ, നിന്റെ ഭവനത്തിലെ രട്ടിനെ അഴിച്ചട്ടെ. നീ അനുഭവിക്കുന്ന ശൂന്യതകളെ പൊളിച്ചട്ടെ. ഇന്ന് പകൽ കർത്താവ് നിന്നെ മടക്കി വിടത്തുള്ളൂ. ഏലിയാവിന് ദൈവം കെരീത്തിൽ വെള്ളവും അപ്പവും കൊടുത്തു. ആരാ കൊടുത്തേ? കാക്ക. ഞാൻ പറയും കാക്കയല്ല, ദൂതനാ കൊടുത്തത്. ഏലിയാവ് കണ്ടത് കാക്കയെ, സമ്മതിച്ചു, പോട്ടെ കാക്കയാട്ടെ, എന്തായാലും കിട്ടിയല്ലോ. പക്ഷെ കാക്കയുടെ വരവ് നിലയ്ക്കുമ്പോൾ എങ്ങനെ വെള്ളം വറ്റുന്നേ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. അതാ ഞാൻ പറഞ്ഞ കാക്കയല്ല, ദൂതനാണ്. കാക്കയിൽ നിന്ന് കൊടുത്തതും വെള്ളത്തിൻ്റെ വരവും സുഫലമാക്കിയതും കർത്താവ് തന്നെയാണ്. പക്ഷേ ഒരിക്കൽ വരവങ്ങ് നിർത്തി.
ദൈവം വെള്ളത്തോടും പറഞ്ഞു ഇനി ഒഴുകണ്ടെന്ന്. ഉള്ള വെള്ളം വറ്റിപ്പോയി. ഒരു കുഴപ്പമില്ല. രാവിലെ എഴുന്നേൽക്കുമ്പം നല്ല ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ലഞ്ച്, നല്ല ഡിന്നറ് എല്ലാം കഴിച്ച് സുഭിക്ഷനായി ഒരു കുഴപ്പവും ഇല്ലാതെ അവിടെ ഇരിക്കുക. പക്ഷേ വറ്റിയപ്പോഴാണ് സ്ഥാനം ഒന്ന് ചലിച്ചത്. നിന്നെയാക്കിയത് കിരീത്തിലല്ല, നിനക്ക് ഇനിയും പോകാനുണ്ട്. കിരീത്തിലെ സുഖം പിടിച്ച് ഇവിടെ നിന്നാൽ അടുത്ത ശുശ്രൂഷ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല, അടുത്ത തലം തുറക്കാൻ പറ്റത്തില്ല. അടുത്ത തലം തുറക്കണമെങ്കിൽ നീ ശൂന്യത അനുഭവിക്കണം. ഒരു ദൂത് ഞാൻ പറയാം, ദൈവം എല്ലാം അടച്ചിട്ട് ഒന്ന് തുറക്കത്തില്ല, ദൈവം ഒന്ന് തുറന്നു വെച്ചിട്ടേ അടയ്ക്കൂ. എത്ര പേർക്ക് മനസ്സിലായി? എല്ലാം അടച്ചിട്ട് തുറക്കുന്നൊരു ദൈവമല്ല, എൻ്റെ അനുഭവത്തിൽ തുറന്നു വെച്ചിട്ട് അടയ്ക്കുന്നവനാ ദൈവം. അതെ, ഹാഗറിൻ്റെ കയ്യിലെ വെള്ളം തീർന്നു, പക്ഷെ അവിടെ പറയുന്ന അവിടെ കണ്ണ് തുറന്നു എന്ന, അല്ല പുതിയ ഉറവ ഒഴുകി വന്നു എന്നല്ല. നമ്മുടെ അവസ്ഥ ഇത് തന്നെ, എല്ലാം അടഞ്ഞു, പക്ഷെ എവിടെയോ തുറന്നു വെച്ചുകൊണ്ട് കണ്ണ് തുറന്നാൽ ആ തുറന്നു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, അടച്ചിട്ട് തുറക്കുന്നവനല്ല, തുറന്നിട്ടടയ്ക്കുന്നവനാ ദൈവം. സാറാഭാത്തിൽ ഒന്ന് തുറന്നിട്ടാണ് ഇവിടെ അടച്ചത്. ഇവിടുത്തെ ശുശ്രൂഷ മതി, പോവും. ഇനിയും പോകേണ്ടത് ഇവിടുത്തെ തലമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്ന തലമാണ്, പ്രാപിച്ചുകൊണ്ടിരിക്കുന്നൊരു തലമാണ്. പക്ഷെ സാറാഭാത്തിൽ ചെല്ലുന്നത് പ്രാപിക്കുന്ന ഒരു തലമല്ല, പ്രാപിച്ചതിനെ പകരുന്ന തലമാണ്. സാറാഭാത്തിൽ ഭക്തൻ വിചാരിച്ചു ഇവിടെ കാക്കയിൽ നിന്നുള്ളതും നദിയിലെ വെള്ളവുമാണ്. ഇനിയിപ്പം സാറാഭാത്തിൽ ചെന്ന നല്ല തീൻമേശയിൽ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തോടെ പോകുകയാണ്. പക്ഷെ ചെന്ന് കയറുന്ന വീടേ മരണം കാത്തു നിൽക്കുന്ന വീടാ. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ചില ഭവനങ്ങളെ മൂടി നിൽക്കുന്ന ചില മരണത്തിൻ്റെ ദുഷ്ടവ്യാപാരം ഇന്നു പകൽ ഇവിടെ അഴിയുകയാണ്. നീ മരിക്കാനുള്ളവളല്ല. നിന്റെ ഭവനത്തിലുള്ളവരെ പെടുമരണത്തിൽ കൊണ്ടുപോയി തകർത്ത് കളയാനുള്ള ശത്രുവിൻ്റെ പദ്ധതികൾ ഇന്നു പകൽ സ്വർഗം ഇവിടെ അഴിച്ചു കളയുകയാണ്. ചില വ്യക്തികളെ, ചില ഭവനങ്ങളെ ദൈവം സ്വതന്ത്രമാക്കുകയാണ്. അപ്പോൾ മരണം കാത്തിരിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ഈ വിധവ അങ്ങോട്ട് ചെല്ലുന്നത്, ഈ ഭക്തൻ അങ്ങോട്ട് ചെല്ലുന്നത്. വിധവയോട് പറഞ്ഞു, എനിക്ക് ഒരട ഉണ്ടാക്കി തരിക. പക്ഷെ വിധവ പറഞ്ഞ ഒരു പദമുണ്ട്, ഒരടയ്ക്കുള്ളതേ ഉള്ളൂ, അതുണ്ടാക്കി ഞാനും എൻ്റെ മകനും ഭക്ഷിച്ച് മരണം കാത്തു കിടക്കുകയാണ്. നമ്മൾ വിചാരിക്കുക എന്ത് കണ്ണീച്ചോരയില്ലാത്ത പ്രവാചകനായി പ്രവാചകനെന്ന്. അവസ്ഥ അറിഞ്ഞിട്ടും പ്രവാചകൻ പറഞ്ഞു, ഉള്ളതിൽ നിന്ന് എനിക്ക് തരിക. നീ കടമൊന്നും വാങ്ങിക്കണ്ട, മരിക്കാൻ വെച്ചിരിക്കുന്ന ആ മാവിൽ നിന്ന് എനിക്ക് തന്നാൽ മതി. ഒരുപക്ഷെ ദൈവം പരീക്ഷിച്ചതായിരിക്കാം. കണ്ടോ, മരണം കാത്തു നിൽക്കുന്ന നമ്മളാണെങ്കിൽ എടുത്തു കൊടുക്കും. പിന്നെ ഇവിടെ ഇത് കഴിച്ചിട്ട് വേണം ചാവാൻ നിൽക്കുക. ഇതെടുത്തു കൊടുത്ത് ഞാനും എൻ്റെ മക്കളും എന്തോ കൊടുക്കും? പിന്നെ കൊടുക്കത്തില്ല. കൊള്ളാം, എത്ര വലിയ വിശ്വാസം ഉണ്ടെങ്കിലും കൊടുക്കത്തില്ല. പക്ഷേ ഈ വിധവ പ്രവാചകന്റെ വാക്കനുസരിച്ചു. അവൾ വിചാരിച്ചു എന്തായാലും മരിക്കാൻ പോകുക, ഇനിയിപ്പം ഞാൻ തിന്നാലും പ്രവാചകൻ തിന്നാലും ഫലം മരണം. ഉള്ളതിൽ നിന്ന് ഒഴിവും പറയുന്നത് ആവിൽ നിന്നൊന്ന് പ്രവാചകൻ ഉണ്ടാക്കി കൊടുത്തു. വേണ്ട അതൊരു വർദ്ധ കൊടുക്കാവോ?
കരയാൻ തയ്യാറായ നിനക്ക് കരയാൻ അടുത്ത സമയം ആലയത്തിൽ നീ അത്ഭുതം വരുന്നു. ശ്രമിച്ച ഇത് പറയണം, ദൈവം ഇടപെടുകയാണ്. നിന്റെ ശൂന്യതയ്ക്കകത്ത് ഉൾപ്പെടാൻ പോകുകയാണ്. എപ്പോഴും പറയാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിട്ടു ഭക്ഷിച്ചു. ന്മാരോട് ഒരു പദം, ഇത് പറയണം മണി കയ്യിൽ 5 മീനും അല്ല, ഈ ജനത്തിന് ഒന്നും തികയത്തില്ല. അത്രത്തോളം കഴിയും. ഇതിനപ്പുറം എന്ത് കൊടുത്ത അല്ല മുട്ട പറ്റുമോ? ഭൂമി എഴുതി കൊടുക്കണ്ട, വീട് എഴുതി കൊടുക്കണ്ട, വണ്ടി കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. നിനക്ക് എന്ത് കൊടുക്കാൻ പറ്റും? കരയുന്ന ബാക്കിയുള്ള ഭാഗം കൂടെ വേഗത്തിൽ പൂരിപ്പിക്കുക. നിർത്തുക. ഈ ആട് വീട് ശബ്ദം വെച്ച്
എന്ന് പറഞ്ഞ ശത്രുവിന്റെ വാദം അവിടെ ലളിതമായി ഒരുത്തൻ വാദങ്ങൾ പുറത്തുണ്ട്. ഇവിടെ ഒന്നും കൂടെ വിളിക്കും. പിന്നെ ഇടയന്റെ നീ പുറത്തു വരണം എന്നത് മാംസം ഇതെടുക്കപ്പെട്ടു. 39 അടി മാറാൻ ഇറങ്ങി ആടിനെ എടുത്ത് തോളത്തേക്ക് വെക്കുമ്പോൾ 5-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അപ്പം നടക്കൊണ്ട് കാണുമ്പോൾ ഇത്രയും ഞാൻ വേദന താമസിച്ചത് ഞാൻ ഇവിടെ പലപ്പോഴും എൻ്റെ കണ്ണില്ലേ എനിക്ക് മാത്രമേ ഉള്ളൂ ഉത്തരവില്ലാത്തത്. എന്നെ തള്ളിക്കളയുന്നത് അതുകൊണ്ട് ഇന്ന് സത്യച്ചു എന്ന് മണ്ണിലൂടെയാണ് ഈനും ആടും നടക്കുന്നത്. ഇടയൻ തോളിൽ നിന്ന് ശത്രു പറയും ഇടയനുണ്ട്. എന്നെ ഞാൻ മാനിക്കപ്പെട്ടു ഇതുവരെ
ഹൃദയത്തിന്റെ ഞാനിവിടെ കിടക്കാനല്ല, ഞാൻ എന്റെ ചുമടുകയും ഇവരെ കണ്ടിട്ടല്ലോ എന്റെ ആരും പ്രയോജനം അടിച്ചെങ്കിൽ നിന്റെ വീടിന് പ്രയോജനം ചെയ്യും. ഒരു സഹായകനുണ്ട് നിനക്ക്, അവൻ നിന്റെ അടുത്തിരിക്കും. നീ അനുഭവിക്കുന്ന നിന്റെ കൂടെ ഒരു കാണാത്ത ഭവനത്തിലുള്ളവർ ഇല്ലാത്തപ്പോൾ നിന്റെ വേദനകൾ നീ അനുഭവിലൂടെ ആഴങ്ങൾ ആ വേദനയുടെ വെച്ച് കിട്ടിയതുപോലെ ഹൃദയ നിന്റെ ഹൃദയത്തെ അസ്തു
കർത്താവിന് വിട്ടുകൊടുത്തു, പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുത്താട്ടെ, പൂർണ്ണമായിട്ടും കർത്താവ് വിട്ടുകൊടുത്തു. അവന് നിന്നെ നിന്റെ ഉള്ളിൽ തറയ്ക്കകളയുവാൻ മനസ്സുണ്ടോ? ഇത് ഉള്ളിൽ 5 ദൈവത്തിന്റെ ആവും. മറിയ കയ്യഫാവിനോട് പറയുക, ഞങ്ങൾ കൂട്ടത്തിൽ കല്ലറപ്പോൾ കല്ലറ തുറന്നിരിക്കുന്നതും ദൈവദൂതന്മാർ ഉള്ള വസ്ത്രം ധരിച്ച് കല്ലറയിൽ നിൽക്കുന്ന സഹോദരിമാർ പലതവണ അതാണ് അവിടെ നടുവിൽ അടിച്ചു ചെയ്യാം. ദൈവസന്നിധി പകരുമ്പോൾ അത് തുരുത്തിലേ മാറുമ്പോൾ കാലം നിനക്ക് വേണ്ടി ഒരു കണ്ണുനീരൊഴുകി തലമുറയോ നീ
ഹല്ലേലൂയ. ഏകപുത്രൻ യേശുക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തിന് കൂടെ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല കൃപയായി ശക്തിപ്പെട്ടുള്ള നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിനെ ആമേ. നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഇന്നും എന്നേക്കും കാലാവസ്ഥ കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വേഗം വരയണമേ.